1 കൊരിന്ത്യർ 9-ാം അധികാരം 24-ാമത് വചനം. കൊരിന്ത്യരുടെ പുസ്തകം 1-ാം അധ്യായം 9-ന്റെ 24-ാമത്തെ പന്തയശാലയിൽ ഓടുகிறവരെല്ലാരും ഓടുവാറുകൾ ആകിലും ഒരുവനെ പന്തയത്തെ பெறுவானென்று அறியீர்களா? நீங்கள் பெற்றுக்கொள்ளத்தக்கதாக ஓடுங்கள். அங்கே இப்படி முடிக்கிறது பாருங்க, நீங்கள் பெற்றுக்கொள்ளத்தக்கதாக ஓடுங்கள். கிறிஸ்தவ வாழ்க்கை என்பது ஒரு ஓட்ட பந்தயமா? ഇവിടെ ഉണ്ടോ? എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ടോ ഇവിടെ? ഒരു ആമീനൊക്കെ പറയണോ? പറയണം ആമീനൊക്കെ പറയണോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തവ ജീവിതം ഒരു ഓട്ട പന്തയമാണ്. ഈ ഓട്ടത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പാടുകളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും മരണങ്ങളും എല്ലാം ഉണ്ട്. ഓടാൻ പറ്റത്തില്ലാത്തൊരു റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിലോട്ട് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും, നരകത്തിലോട്ട് പോകുന്ന വഴി വിശാലമായിട്ടുള്ള വഴിയാണ്. അങ്ങനെങ്കിൽ ഈ ഓട്ടത്തിൽ ദൈവത്തിൻ തമ്പുരാൻ ഇവിടെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, എങ്ങനെ ഓട വേണ്ടുമെന്നാണ്? നിങ്ങൾ പെറ്റുകൊള്ളത്തക്കതാകെ ഓടണം. എങ്ങനെ ഓടണം? അടുത്തിരിക്കൊണ്ട് പറഞ്ഞാട്ട്, നിങ്ങൾ പെറ്റുകൊള്ളത്തക്കതാകെ ഓടണം. ഓരോരുത്തർ പറഞ്ഞാട്ട് തിരിഞ്ഞ് സംസാരിച്ച്, നിങ്ങൾ പെറ്റുകൊള്ളത്തക്കതാകെ. സഹോദരിമാർ ഓരോരുത്തരോട് പറഞ്ഞാട്ട് ഒന്ന് അനുസരിക്കണം. അപ്പോൾ എനിക്ക് സന്തോഷം. ആമീൻ ആമീൻ. ഒത്തിരി പിള്ളേർ അവിടെ ഉണ്ട്. നിങ്ങളെല്ലാം ഒരാളോട് പറഞ്ഞിട്ട് പെറ്റുകൊള്ളത്തക്കതാകെ ഓടണം. ശബ്ദമായിട്ട് പറഞ്ഞാട്ട്, പെറ്റുകൊള്ളത്തക്കതാകെ ഓടണം. എത്ര പേര് സന്തോഷമായിരിക്കുന്നു? കർത്താവിന് സ്തോത്രം. ദേവൻ അവിടെ പറയുന്നത്, പന്തയശാലയിൽ ഓടുகிறவரெல்லாரும் ஓடுவார்கள், ஆகிலும் ஒருவனே பந்தயம் பெற்றுக்கொள்ளுவார் என்று அறிவீர்களா? நீங்கள் பெற்றுக்கொள்ளத்தக்கதாக ஓடுங்கள். അതിന്റെ അടുത്ത വചനം പറയുന്നത്, പന്തയത്തേക്ക് പോരാടുகிற யாவரும் எல்லாவற்றையும் இச்சை அடக்கமாய் இருப்பார்கள், அவர்கள் அழிவுள்ள கிரீடத்தை பெரும்படிக்கு அப்படி செய்கிறார்கள், நாமோ அழிவில்லாத கிரீடத்தை பெரும்படிக்கு அப்படி செய்கின்றோம். இந்த ஓட்டப்பந்தயத்தில் ஓடுகிறவங்க எல்லாமே ஓடுகிறார்கள், அவங்க அழிவுள்ள கிரீடத்துக்காக ஓடுகிறார். ஆனால் ഞാൻ പറയുന്ന ഈ ഓട്ടപ്പന്തയത്തിൽ ഓടുന്നവൻ അഴിവുള്ള കിരീടത്തിற்காக அல்ல, அழிவில்லாத கிரீடத்தை சுதந்திரிக்கிறதுக்காக ஓடுகிறார். ஆமென் சொல்றீங்களா? அப்போ அழிவுள்ள கிரீடத்துக்காக ஓடுகிறவன் ஓடும்போ தன்னை இச்சை அவன் அடக்குகிறார், கண்ட்ரோல் பண்ணுகிறார். அவன் பின்னானதை மறந்து அவன் முன்னானதை நோக்கி அவன் ஓடும் பொழுது அவன் அந்த லெக்கை போய் பிடிக்க அவன் அங்கு ஆயத்தமாகிறார்கள். அதுக்காக எத்தனை நாட்கள் அவன் உறக்கழைക്കുന്നു, എത്ര നാൾക്കൾ അവൻ ട്രെയിനിങ് എടുക്കുന്നു, പരീക്ഷ എടുക്കുന്നു. അപ്പടി എത്ര പേരോട് കൂടെ ഓടി അവന്റെ ജീവൻ പോണാലും പരവായില്ല, ആ കിരീടത്തെ എനിക്ക് പെറ്റുകൊള്ളണം. അത് അഴിവുള്ള കിരീടം. ஆனால் ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട്, ദൈവത്തെ ആരാധിക്കാൻ വന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓടുന്ന ഓട്ടം സ്ഥിരതയായിട്ടുള്ള ഓട്ടമാണെങ്കിൽ, നിങ്ങളുടെ പുറകിലുള്ളത് മറന്ന് മുന്നിലുള്ള ലക്ഷ്യം നോക്കി നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശിരസിൽ വയ്ക്കാൻ പോകുന്ന കിരീടം അത് വാടാത്ത കിരീടം, അത് നശിച്ചു പോകാത്ത കിരീടം. നിങ്ങൾ ഞാനും സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോഴത് നമ്മുടെ തലയിൽ ഒരു കിരീടം വയ്ക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കിരീടത്തിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി സ്റ്റാറുകൾ, ഒത്തിരി മുത്തുക്കൾ പതിച്ചിരിക്കും. ഭയങ്കരമായിട്ടുള്ള മുത്തുക്കൾ പതിച്ചിരിക്കും. ആ മുത്തല്ല എന്തെന്ന് വെച്ചാൽ ഓരോ ആത്മാക്കളാണ്. നിങ്ങൾ ആദായം ചെയ്യുന്ന, നിങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ആത്മാക്കളെയും, എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, ഓരോ ആത്മാക്കളെയും നിങ്ങളുടെ കിരീടത്തിന്റെ മേൽ അത് ഓരോ മുത്തുക്കളായി ദൈവം തമ്പുരാൻ പതിച്ചു വയ്ക്കും. അങ്ങനെങ്കിൽ സ്വർഗത്തിൽ പോകുമ്പോൾ നിങ്ങൾ ആത്മാക്കളെ ആദായപ്പെടുത്താത്തവരാ പോകരുത്. ഇപ്പൊ ജീവനോട് ഇരിക്കുമ്പോൾ നമ്മുടെ സമയം 24 മണിക്കൂർ ദൈവം നമുക്കൊരു ദിവസം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം പഠിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്, വായിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്, ദൈവത്തിന് കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാമേ, കർത്താവിന് വേണ്ടി കൂടെ നമ്മളത് ചെയ്യണം. നമ്മളെ അതിനുവേണ്ടി വിട്ടുകൊടുക്കണം. നമ്മളെ അതിനുവേണ്ടി വിട്ടുകൊടുക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ രണ്ടാമത്തെ മോൻ അമേരിക്കയിൽ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് 1 കിലോ അരി മേടിക്കാൻ കാശില്ല. കാഞ്ചീപുരത്തിലെ ഞങ്ങളുടെ ശുശ്രൂഷയിലെ 1 കിലോ അരി മേടിക്കാൻ ഞങ്ങൾക്ക് കാശില്ലാത്ത സമയത്താണ് എൻ്റെ മോൻ അമേരിക്കയിൽ ജോലി കിട്ടിയത്. സ്റ്റാർട്ടിങ് ഇന്ത്യൻ മണി, സ്റ്റാർട്ടിങ് ശമ്പളം, ഫസ്റ്റ് മന്ത് അവന് കിട്ടുന്ന സ്റ്റാർട്ടിങ് ശമ്പളം 5 ലക്ഷം രൂപ ഇന്ത്യൻ മണി. അപ്പോൾ നമ്മുടെ ഏജിയുടെ എല്ലാ പാസ്റ്റർമാരും വന്ന്
എല്ലാ ലീഡേഴ്സും വന്നൊരു വലിയൊരു ഡിന്നർ നടത്തി. അവനെ യാത്രയയപ്പുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അന്ന് ഏതാണ്ട് 1000-ലധികം പേര് ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത് യാത്രയയപ്പിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും കൈവച്ച് പ്രാർത്ഥിച്ചു. വർഗീസ് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവനാ, അവന്റെ മോന് ദൈവം തമ്പുരാൻ ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി കൊടുത്തല്ലോ, ഇനി അവരുടെ കഷ്ടപ്പാട് മാറി. ഇങ്ങനെല്ലാം ഇവരിങ്ങനെ പറഞ്ഞ എല്ലാവരും കുഞ്ഞിനെ വാഴ്ത്തിയതും പ്രാർത്ഥിച്ചതും എല്ലാം. പക്ഷേ അന്ന് രാത്രി എൻ്റെ വൈഫ് മേലെ പോയി ആ ടെറസില് ഏതാണ്ട് പല മണിക്കൂർ മുട്ടയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ഇഷ്ടമെങ്കിൽ മാത്രം കുഞ്ഞിനെ അയച്ചാൽ മതി, നിന്റെ ഇഷ്ടമില്ലെങ്കിൽ കുഞ്ഞിനെ അയക്കരുത്, നീ അത് തടസ്സം ചെയ്യുന്നു, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഞങ്ങൾക്ക് ആഹാരം വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ ഇരുന്ന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണം, അവരും ഞങ്ങളെ പോലെ ദൈവത്തിന്റെ ജോലിയിൽ അവർ പ്രവേശിക്കണം. ഇതെല്ലാം പറഞ്ഞ് അവൾ രാവിലെ വരയ്ക്ക് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് താഴെ ഇറങ്ങി വന്നു. 2 ദിവസമേ ഉള്ളൂ, 3 ദിവസമേ ഉള്ളൂ എൻ്റെ പോകാൻ. അതിൻ്റെ അവൾ പ്രാർത്ഥിച്ചു വന്ന പിറ്റേ ദിവസം രാവിലെ 9-10 മണിക്ക് എനിക്ക് മറുപടി അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചവനെ പോലെ കിടന്നു. ചില മണിക്കൂറിനകത്ത് നമ്മുടെ സഭയിലുള്ള ഡോക്ടർമാരെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ പാസ്റ്ററുടെ ജീവൻ പോയി, പാസ്റ്റർ മരിച്ചു. അപ്പൊ മോൻ പോകാൻ വേണ്ടിയുള്ള ബിസിയാണ്, അവന്റെ ഫ്രണ്ട്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും അവനെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര തിരക്കിലാണ്, അവൻ അമേരിക്കയിൽ പോകാൻ വേണ്ടി ഭയങ്കര തിരക്കിലാണ്. എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും അമേരിക്കയിലാണ്, സഹോദരങ്ങളെല്ലാം അമേരിക്കയിലാണ്. അവരെല്ലാം അവിടെ ഒത്തിരി സന്തോഷം, മോനിപ്പോ വരും അവരെല്ലാം സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒത്തിരി പേരോ വർഗീസിന്റെ കഷ്ടപ്പാട് മാറി ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥന ദൈവം കേട്ടു, എന്നെ ദൈവം കിടത്തി, എൻ്റെ ജീവനെ കർത്താവ് എടുത്തു. അവസാനം അവൻ ഓടി വന്ന് എൻ്റെ കാലിൻ്റെ തള്ളവിരലെ പിടിച്ചോണ്ട്, ദൈവമേ ഒരു പ്രാവശ്യം കൂടെ പപ്പായ്ക്ക് ജീവൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നേക്കാം. അവൻ കണ്ണു മൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നിൽ പകർന്ന് എനിക്ക് മറുപടിയും ജീവനെ കർത്താവ് കൊടുത്ത് ഞാൻ എഴുന്നേറ്റിരുന്നു. 2 ദിവസം കഴിഞ്ഞ്, മോനെ നീ പോകുന്നില്ല? ഇല്ല പപ്പ, എന്നെ ബൈബിൾ കോളേജിൽ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. കഴിഞ്ഞ മാസം ബാംഗ്ലൂരിലാണ് അവന്റെ ഡോക്ടറേറ്റ് പട്ടം കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഇന്നലെ ആ പിക്ചർ കണ്ടു. ഞാൻ പറയുന്നത് അവനെ ഇന്നേക്ക് ശക്തമായ ഒരു ശുശ്രൂഷകനായി ദൈവം മാറ്റിയിരിക്കുകയാണ്. ഇന്ന് അവൻ ഏതാണ്ട് 6-7 മെസ്സേജ് കൊടുക്കണം. രാവിലെ 5 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 9:30 മണിക്ക് വരുമ്പോൾ കൈകൊണ്ടാണ് ആക്ഷൻ, വാ കൊണ്ട് സംസാരിക്കാനുള്ള ശക്തിയില്ല. അത്രമാത്രം ബലനായി എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്തമോൻ അതേക്കാട്ടിലും ശക്തമായി, അവനും അതേപോലുള്ള ജോലി, അതേപോലുള്ള വരുമാനം, അവനും അതുപോലെ തന്നെ അത് റിസൈൻ ചെയ്ത് എൻ്റെ കർത്താവിന്റെ ശുശ്രൂഷയിൽ ശക്തമായി ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൈ നിറയെ വാങ്ങിയ ശമ്പളം, ഞങ്ങൾക്ക് ആവശ്യത്തിലും അധികമായിട്ടുള്ള ശമ്പളം അത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിലേ ദൈവം നമുക്ക് ചെയ്യത്തുള്ളൂ. ആണ് ഇന്ന് ദൈവകൃപയാൽ ദൈവം അനേകരെ താങ്ങത്തക്ക നിലമയിൽ ഞങ്ങൾ ജോലിയെല്ലാം വിട്ട് ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ തമിഴ് അറിയത്തില്ല, മലയാളം. അപ്പൊ അവിടെ മദ്രാസിലെ ആർക്കും മലയാളം മാക്സിമം അറിയത്തില്ല. എവിടെങ്കിലും 1-2 മലയാളികളെ നമുക്ക് കാണത്തുള്ളൂ, അവർ സഭയ്ക്ക് വരത്തില്ല. തമിഴ് ആൾക്കാരാണ് എല്ലാവരും സഭയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് ആർക്കും അറിയത്തില്ല. അവസാനം ദൈവസനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് കൃപ തന്നു. ഇപ്പൊ മലയാളത്തിൽ പ്രസംഗിക്കാനോ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനോ അറിയാമെങ്കിലും എനിക്ക് തൃപ്തിയില്ല, ഞാനൊരു തമിഴനാ മാറി നിൽക്കുക. മോൾ എന്നെ ക്ഷമിക്കണം, ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ നന്നായിട്ട് പ്രസംഗിക്കും, പലയിടത്തിൽ പോകുന്നുണ്ട് പ്രസംഗിക്കും. പക്ഷേ എനിക്ക് തമിഴ്നാട്ടിൽ പോയാലും എവിടെ പോയാലും തമിഴ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. തമിഴ് ആൾക്കളെ എനിക്ക് ഒത്തിരി ഇഷ്ടം. തമിഴിൽ സംസാരിക്കുന്നതും തമിഴിൽ പാടുന്നതും ഒത്തിരി നല്ല സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഈ കേരളത്തിലെല്ലാം സഭയ്ക്കകത്ത് വഴക്കും അല്ലും കുശുമ്പും കുന്നായ്മയും കമ്മിറ്റിയുടെ അടിയും പിടിയും ഭയങ്കര ബഹളമാ കേരളത്തിൽ. 10 പേരെ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് അങ്ങനല്ല. 8 പേരെ വെച്ച് ആരംഭിച്ച സഭ പാസ്റ്റർ ഡി മോഹൻ ഇന്ന് 45 ഏക്കറിൽ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. 45 ഏക്കറിലെ പാസ്റ്റർ ഡി മോഹന്റെ സഭയുടെ പണി ഇപ്പൊ പൂർത്തീകരിക്കുന്ന സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അങ്ങനെങ്കിൽ എത്രായിരം പേരുകളാണ് സഭയ്ക്ക് വന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഞാൻ പ്രസംഗിച്ച പ്രസംഗം ആ പകുതിയിലോ ആന്ധ്ര ബോർഡറിലോ എവിടെങ്കിലും അതിനെ കുറഞ്ഞ 1000 പേര് സ്നാനം എടുത്തേനെ. ആണോ നമ്മളിങ്ങനെ മുക്കി മൂളി പിടിച്ചോണ്ടിരിക്കുക അല്ല നമ്മ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഓടുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുന്നു. നമ്മുടെ ലക്കെ തുടർന്ന് നമ്മൾ ഓടണം. ഞാനത് പെറ്റുകൊള്ളണം എன்ற നിശ്ചയത്തോടെ നിങ്ങൾ ഓടണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുകയാണ്.
കർത്താവിന്റെ വരവ് ഏറ്റവും മൈക്ക് ഒന്നുകൊണ്ട് ക്ലിയർ ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് കുറച്ച് തൊണ്ട പ്രോബ്ലം പോലെ തോന്നുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്, ഏറ്റവും അടുത്തിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ വേഗം വരാൻ പോവുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ പ്രത്യാശയോടെ നമ്മൾ ഒരുങ്ങണം. കറത്തിരയറ്റ ഒരു പരിശുദ്ധ മണവാട്ടിയായി ഏത് സമയത്തും ആ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ നമുക്ക് വേണം. ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എത്രമാത്രം പ്രസംഗിച്ചാലും എന്നെ ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ട്. എന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആരെന്നുള്ള ആ ചിന്ത എനിക്ക് എപ്പോഴും വേണം. ദൈവത്തോട് ഞാൻ അടുത്തിരുന്നെങ്കിൽ മാത്രമേ, ദൈവഹിതം ചെയ്തെങ്കിൽ മാത്രമേ, എൻ്റെ ഓട്ടം സ്ഥിരതയോട് ഓടിയെങ്കിൽ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: പന്തയശാലയിൽ ഓടുகிறவர்கள் எல்லாரும் ஓடுவார்கள், ஆகிலும் ஒருவனே பந்தயத்தை பெறுவான் என்று அறிவீர்களா? நீங்கள் பெற்றுக்கொள்ளத்தக்கதாக ஓடுங்கள். பந்தயத்துக்கு போராடுகிற யாவரும் எல்லாவற்றையும் இச்சை அடக்கமாயிருப்பார்கள். பார்த்தீங்களா? பந்தயத்துக்கு போராடுகிற யாவரும் எப்படி இருப்பாங்க? இச்சை அடக்கமுள்ள மக்களா இருப்பார்கள். இது നമ്മുടെ வாழ்க்கையில் இருக்கிறதா நம்ம சிந்திக்கணும். நம்ம ஓடுகிறது லெக்கை தொடர்ந்து வேண்டும் அல்ல, அந்த விசுவாசோடு ஓடுகிறார், அது நம்ம ശ്രദ്ധിക്കണം. അടുത്തവിടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം, அவர்கள் அழிவுள்ள கிரீடத்தை பெறும்படிக்கு அப்படி செய்ய. அந்த வார்த்தை நீங்க அண்டர்லைன் செய்யணும். അവர்கள் ഓടുന്നതും അവர்கள் കഷ്ടപ്പെടുന്നതും അവർ മേടിക്കുന്ന കിരീടവും അഴിവുള്ളതാണ്. അതിന് അത്രമാത്രം ഇച്ഛയടക്കമാണെങ്കിൽ ഈ അഴിവില്ലാത്ത കിരീടത്തിന് വേണ്ടി അവിടെ പറയുന്നുണ്ടോ? അപ്പടി ചെയ്യുகிறார்கள். നാമോ അഴിവില്ലാத കിരീടത്തെ பெறும்படிக்கு அப்படி செய்கின்றோம். ஆதலால் நான் நிச்சயம் இல்லாதவனாக ஓடேன், ஆகாயத்தை அடிக்கிறவனாக சிலம்பு பண்ணேன். ஆதலால் நான் நிச்சயம் இல்லாத, இன்னைக்கு எடுக்கிற தீர்மானம் இதுதான். நான் நிச்சயம் இல்லாதவனாக ஓட மாட்டேன் ஆண்டவரே. எனக்கு ஒரு நிச்சயம் உண்டு, நானும் என் குடும்பம் சொர்க்கத்துக்கு போகும். ஆமீன் எல்லாம் പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങൾ ആരും ഇടയിൽ നടക്കാൻ സമ്മതിക്കരുത്. ആരാധന ரொம்ப ഡിസിപ്ലിൻ ആയിരിക്കണം. എന്ത് ഡിസ്റ്റർബൻസ് ഇരിക്കരുത്. ആരും എഴുന്നേറ്റ് നടക്കരുത്. ദൈവത്തിന് സ്തോത്രം. നല്ല ദൈവ ഭയത്തോട് ജപത്തോട് പ്രാർത്ഥനയോട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ഒന്ന് പറയട്ടെ, ഈ 3 ദിവസത്തിന് ശേഷം നിങ്ങളുടെ സഭ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാം അനുഗ്രഹിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അനുഗ്രഹിക്കാൻ പോവാ. എനിക്ക് പാളയംകോട്ടെ പാസ്റ്റ് AG ചർച്ച് പാവർക്കടയിൽ 6000 പേര് മേലെ ആരാധിക്കുന്ന സഭ, 6000-ൽ മേലെ ജനങ്ങൾ ആരാധിക്കുന്ന സഭ. അവിടുത്തെ പാസ്റ്റ് എനിക്കൊരു വോയിസ് മെസ്സേജ് വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തിന് മുന്തിന മാസം 4 ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ചു. പാസ്റ്റ് വിട്ടിരിക്കുന്നത് ഫുൾപിറ്റിലോട്ട് പോയി നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ 78 വയസ്സ്. എനിക്ക് ഇപ്പോൾ ഒരു വോയിസ് മെസ്സേജ് വിട്ടിരിക്കുന്നത്, പാസ്റ്റേ നിങ്ങൾ വന്നു പോയതിന് ശേഷം ആ ബലിപീഠത്തിൽ പോയി നിൽക്കുമ്പോൾ തീ കത്തുന്ന ഒരു അനുഭവം എനിക്ക് തോന്നുന്നു. തീക്കകത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പാസ്റ്ററും അതേപോലെ പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ആ ബലിപീഠത്തിൽ നിന്നിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായിട്ട് പാസ്റ്റർ പറയും, എനിക്ക് ബലിപീഠത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇതിനകത്ത് തീ കത്തുന്നുണ്ട്. നിങ്ങൾ പറയും, എൻ്റെ കട്ടിലേക്ക് കടക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിൽ കസാറിലിരിക്കാൻ പറ്റുന്നില്ല, തീ കത്താൻ തുടങ്ങിയിരിക്കുന്നു, തീയുടെ ചൂട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഷ്ടങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ പട്ടിണിയും നിങ്ങളെ പറ്റിപ്പിടിച്ച സകല രഹസ്യ പാപങ്ങളും പിശാചിന്റെ എല്ലാ പോരുകളും പോരാട്ടങ്ങളും നിങ്ങളെ തകർത്ത് നശിപ്പിക്കുവാൻ, ഈ ഓട്ടത്തിൽ നിങ്ങൾ തോറ്റുപോകുവാൻ, ഈ ജീവകിരീടത്തെ നിങ്ങൾ പ്രാപിക്കാതെ നിങ്ങൾ നഷ്ടപ്പെട്ട് ലജ്ജിക്കുവാൻ, നാണിക്കുവാൻ പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് ക്രിയ ചെയ്യും. ഇവിടെ അടുത്തൊരു CSI സഭയില് 3 ദിവസം എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അത് 2 പാർട്ടിയാണ് ആ സഭയിൽ. 2 പാർട്ടി. എപ്പോഴും പോലീസ് വരും. അവരുടെ കേസ് ഇവിടെ സ്റ്റേഷനിൽ തുടർന്ന് നടന്നുകൊണ്ടിരിക്കും. എപ്പോഴും അടിയും പിടിയും. 2 പാർട്ടിയാണ് ആ സഭയ്ക്കകത്ത്. ആ സമയത്താണ് എന്നെ ഡേറ്റ് കേട്ട ആ സഭയുടെ ഒരു വിശ്വാസി എൻ്റെ ചർച്ചയ്ക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് അവർ സഭയിൽ നല്ല ഒരു വേലയിൽ നല്ല ഈടുപെട്ടിരിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ഒരു 3 ദിവസം ഞങ്ങളുടെ CSI സഭയിൽ പ്രസംഗിക്കാൻ ദൈവം ഞങ്ങൾക്ക് പാസ്റ്റ് ഡേറ്റ് കൊടുക്കും. ഞാൻ ഉടനെ പറഞ്ഞു, CSI സഭയിൽ പോയി നമ്മളിങ്ങനെ പാസ്റ്റ് എങ്ങനെ വേണമെങ്കിലും പ്രസംഗിക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പൊതുവാകവേ നമ്മൾ CSI ചർച്ചിൽ പോയാൽ നമുക്ക് അവിടെ താഴെ ഇതുപോലത്തെ പ്രസംഗപീഠം കൊടുക്കും, മേലോട്ട് നമ്മളെ കയറ്റത്തില്ല. പക്ഷെ അവിടെ അങ്ങനല്ല. എൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്ന പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ എവിടെ നിന്ന് പ്രസംഗിക്കുന്ന അവിടെ നിന്നാണ് ഞാൻ പ്രസംഗിച്ചത്. ആ 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞോണ്ടേ ആ 2 പാർട്ടി ഒന്നായി അവിടെ വലിയൊരു ബിൽഡിംഗ് പണിയാനുള്ള പ്രാർത്ഥിച്ച് കല്ലിട്ടത് ഞാനാ കല്ലിട്ടത്.
ആ CSI സഭ ഇപ്പൊ മികവ് വിശാലമായി പണിതിരിക്കുന്നു. മദ്രാസ് മന്ദവള്ളിയിലെ ഒരു CSI സഭയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ പോയി. അപ്പൊ മുറിക്കകത്ത് നിന്ന് പാസ്റ്ററും അവിടുത്തെ ആ ഫാദർ, അതേ പാസ്റ്റർ ഞാനുമായിട്ട് കൈയൊന്ന് പിടിച്ച് പ്രാർത്ഥിച്ചു. പുള്ളി കുപ്പായം എല്ലാം CSIയിലെ അയ്യരാണ്. പുള്ളി അങ്ങനെ കയ്യെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ കുറച്ച് സമയത്തിനത് പ്രാർത്ഥിക്കൊണ്ട് തുടങ്ങി 2 മിനിറ്റിനകത്ത് പുള്ളിക്കകത്ത് ഏതോ ഇലക്ട്രിക് ഷാക്ക് അടിക്കുന്നത് പോലെ ആ റൂം ഒന്നും പറ്റുന്നില്ല. പുള്ളി ഉരുണ്ട് പെരണ്ട് താൻ ഇട്ടിരുന്ന വസ്ത്രമെല്ലാം അഴുക്കായി പോയി. അതുപോലെ ഉരുണ്ട് പെരണ്ട് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ആ തീയോടെ പുള്ളിയാണ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ആള്. CSI ചർച്ചിനകത്ത് ലീഡ് ചെയ്യാൻ വേണ്ടി പാസ്റ്റർ നിന്നപ്പോൾ പാസ്റ്റർ വലിയൊരു അഭിഷക്തനായി മാറാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കണ്ടിട്ടാണ് ഇപ്പൊ കോയമ്പത്തൂരിലെ സിറ്റി ചർച്ചിലെ CSI ചർച്ചിൽ എന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അടുത്ത മാസം 3 ദിവസം കോയമ്പത്തൂർ സിറ്റി CSI. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, കമ്മിറ്റിയിലേക്ക് ആളോട് ചോദിച്ചു, ഞങ്ങൾ വന്ന് അവിടെ വന്ന് വാരക്കടവും പോക്കടവും ഞാൻ പ്രസംഗിക്കത്തില്ല. ഞാൻ സത്യം പാസ്റ്റർ, നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ബിഷപ്പിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വത്തോടാണ്, ഓർഡറോടാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ബെന്തക്കോസ് പ്രസംഗിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങൾ വേണേ കോയമ്പത്തൂരോട്ട് വാ, ചെലവ് നിങ്ങൾ നോക്കിക്കോളാം, ഞാൻ ചെലവിന് തരത്തില്ല. നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി കോയമ്പത്തൂരോട്ട് വാ. അവിടെ ഒരു 70 തീ കർത്താവ് പറ്റിക്കാൻ പോവുകയാണ്. കാരണം ഒരുത്തനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരുത്തനും തകരുവാൻ. ഇന്ന് കത്തോലിക്കർ അന്യഭാഷ പറയുന്നു, CSIക്കാർ അന്യഭാഷ പറയുന്നു, മാർത്തോമാക്കാർ അന്യഭാഷ പറയുന്നു. നിറയെ പേര് ബെന്തക്കോസിൽ പോയി സ്നാനപ്പെട്ട് മറുപടിയും കർത്താവിന് സ്തോത്രം അവർ അവിടെ തന്നെ പോയി ഇരിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രത്യാശ, ഞാൻ വെള്ളത്തിൽ മുങ്ങി ഞാൻ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. വിട്ടു വന്നേക്കണം, ടാറ്റ പറഞ്ഞു വന്നേക്കണം. ഇവിടെ വന്ന് കുളിച്ചിട്ട് നനഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നിട്ട് വാരക്കടവും പോക്കടവും ചൊന്നാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. നീ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പോസ്തല ഉപദേശം നീ കേൾക്കണം. അപ്പം പിടിക്കലും ആമേൻ കൂട്ടായ്മ നീ ആചരിക്കണം. ദൈവത്തിന്റെ വചനത്തെ നീ ആശ്രയിക്കണം. ഏതോ വെള്ളത്തിലിറങ്ങി നനഞ്ഞതിനാൽ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇവിടെ ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിൽ പോകും എന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യണം, അതൊന്ന് മാറ്റണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അഭിഷേകമോ ഈ സ്നാനമൊന്നും സ്വർഗത്തിലോട്ട് കൊണ്ടുപോകത്തില്ല. എന്റെ ജീവിതം ക്ലിയർ ആയിരിക്കണം, എന്റെ ജീവിതം ക്ലിയർ ആയിരിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കണം, നിങ്ങൾ ജീവിക്കണം. അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് വേണം. അവർ നശിക്കുന്ന കിരീടത്തിന് വേണ്ടിയാണ് ഓടുന്നത്. നിങ്ങൾ ഞാൻ നശിക്കാത്ത വാടാത്ത ഒരു ജീവകിരീടത്തിന് വേണ്ടിയാണ്. നമുക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണത്തില്ല, നമുക്ക് കാണാൻ സ്റ്റൈല് കാണത്തില്ല, നമുക്ക് യോഗ്യതയൊന്നും കാണത്തില്ല. നമ്മളെ ദൈവം തമ്പുരാൻ കണ്ടെടുത്തിരിക്കുകയാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉണ്ടാകുന്നതിന് മുന്നേ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. അനേകർക്ക് കിട്ടാത്തൊരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വലത് കൈയുള്ളവർ മാത്രം ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. നിങ്ങൾ ചിന്തിക്കും, എനിക്കേതോ കഷ്ടം വന്നു, അല്ലെ പ്രയാസം വന്നു, എനിക്കേതോ വയറുവേദന വന്നു, എനിക്ക് പനി വന്നു, അവിടെ പോയി പ്രാർത്ഥിച്ച് സൗഖ്യമായി, അങ്ങനെ ഞാൻ വന്ന. അല്ല, ദൈവം നിന്നെ അമ്മയുടെ ഉദരത്തിൽ കണ്ടിരിക്കുക, കാണേണ്ടിടത്തിൽ കണ്ട് ദൈവം നിന്നെ പിടിച്ചിരിക്കുക, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ സഭയ്ക്കകത്ത് വരുന്ന കുഞ്ഞുങ്ങൾ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നിങ്ങൾ, കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോട് നിങ്ങളുടെ ഓട്ടത്തെ സ്ഥിരതയോടെ വേണ്ടു. അതാണ് ദൈവം അവിടെ നമുക്ക് വിളിച്ചു പറയുന്നത്. വേഗമായിട്ട് വന്നായിട്ട് എനിക്ക് തമിഴിൽ നാലിൽ വായിച്ചു കൊടുക്കണം. പ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 11-ാം വചനത്തെ ഒന്ന് വായിച്ചാട്ടെ. പ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം വേഗമായി എടുത്താട്ടെ. நான் திரும்பிக்கொண்டு சூரியனுக்கு கீழே கண்டதாவது, நான் திரும்பிக்கொண்டு சூரியனுக்கு கீழே கண்டதாவது, ஓடுகிறதற்கு வேகமுள்ளவர்களின் வேகமும், ஓடுகிறதற்கு வேகமுள்ளவருடைய வேகம், யுத்தத்துக்கு சௌரியவான்களின் சௌரியமும் போதாது, யுத்தத்துக்கு சௌரியவான்களின் சௌரியமும் போதாது, பிழைப்புக்கு ஞானமுள்ளவர்களின் ஞானமும் போதாது, பிழைப்புக்கு ஞானமுள்ள ஞானமும் போதாது, ஐஸ்வர்யம் அடைகிறதற்கு புத்திமான்களின் ஐஸ்வர்யம் அடைவதற்கு புத்திமான்ட புத்தியும் போராது, தயவு அடைகிறதற்கு வித்வான்களின் அறிவு, தயவு அடைவதற்கு வித்வான்மாருடைய அறிவும் போதாது, அவர்கள் எல்லாருக்கும் சமயமும், அவர்களுக்கு எல்லாருக்கும் சமயமும் தேவ செயலும் நேரிட வேண்டும், தேவ செயலும் நேரிட வேண்டும். എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ, നല്ല വിദ്യാഭ്യാസം, നല്ല ആംഗലം, നല്ല മൊഴികൾ, എനിക്ക് നല്ല കൃപ, നല്ല ജോലി, നല്ല വരുമാനം, നല്ല ഭവനം, നല്ല ഭാര്യ, നല്ല കുഞ്ഞുങ്ങൾ, നല്ല കാറ്, എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നല്ലതാണെങ്കിലും നമ്മൾ ഓടുന്ന ഓട്ടത്തില് ഒരു സ്ഥിരത നമുക്ക് വേണം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈ ജീവകിരീടത്തെ മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
പിന്നെ ഒത്തിരി പുറകിലിരിക്കുന്നത് നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഓട്ടം എങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണ് പോയി. ഇന്നൊക്കെ നിറയെ പേര് വീണുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ പ്രസംഗിക്കുന്നവർ, പാടുന്നവർ, വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം ഇന്നേക്ക് പൊട്ടെന്ന് വീഴുന്ന കാലഘട്ടത്തിൽ നമ്മൾ വാഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീഴാമ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കരം നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ദൈവകരത്തെ പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ, ദൈവകരത്തെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ, ദൈവകരത്തെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ നടക്കാൻ. നമ്മുടെ ഏത് കാര്യത്തിലും ദൈവത്തിന്റെ ഇഷ്ടമില്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ച എങ്ങനെയാണ്, നിന്റെ തിരുസാന്നിധ്യം, നിന്റെ സമൂഹം ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളോട് വരുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഞങ്ങളെ അയച്ചാൽ മതി, ഇല്ല ഞങ്ങളെ അയക്കരുത്. ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന അതാണ്. ഈ വേദപുസ്തകത്തിലൂടെ നിൽക്കുന്നതിന് മുന്നേ പറയും, കർത്താവേ നിന്റെ തിരുസാന്നിധ്യം എൻ്റെ കൂടെ വരണേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കും, അപ്പോഴാണ്. കാറിൽ കയറിയ ഉടനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ വന്നിരുന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അതാ, കർത്താവേ എന്നെ തനിച്ച് വിടരുത്. ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെയും കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ എൻ്റെ ബലം കൊണ്ടോ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അകത്തൊരുത്തനുണ്ട്. മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ അകത്തൊരുത്തനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അവിടെ ഒരാളുണ്ട്, പുള്ളിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. പക്ഷേ ഒരു ഗ്ലാസ് കുടിച്ച ഉടനെ പുള്ളി സംസാരിക്കല്ല ഇംഗ്ലീഷാണ്. പള്ളിക്കൂടെ എന്താണെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ കള്ളം കൊണ്ട് കുടിച്ച്, ആരായം കൊണ്ട് കുടിച്ച ഒരുപാട് അവന്റെ മാതിരി ഇംഗ്ലീഷ് ആരെയും കൊണ്ട് സംസാരിക്കാൻ അറിയത്തില്ല. അവൻ കുടിച്ച് കുറച്ച് തെളിവായതിനു ശേഷം പോയി എന്താ അവൻ അറിയത്തില്ല. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസമില്ലാത്തൊരുത്തൻ കള്ളു കുടിച്ചിട്ട് ആ ബോധയിലെ ഇംഗ്ലീഷ് പേശുമ്പോ, രക്ഷിക്കപ്പെട്ട നിങ്ങൾ, അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന നിങ്ങൾ, വരവിന് വേണ്ടി പ്രത്യാശ ഒരുങ്ങി നിൽക്കുന്ന ദൈവം ആത്മാവിന്റെ തീ നിങ്ങളുടെ അകത്ത് കത്തുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾ പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചതുണ്ടെങ്കിൽ, ആമീൻ പറയാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സ്തോത്രം പറയാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കൈയൊന്ന് ഉയർത്തിക്കാട്ട്, കൈയൊന്ന് തട്ടിക്കാട്ട്, എഴുന്നേറ്റാട്ട് പറയേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കാ നടക്കും. ആമീൻ. ഇപ്പോ അവിടെ ഒരാൾ അവിടെ ഇരിക്കുകയാണ്, ഈ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുക. ഒരാൾ അങ്ങനെ നമുക്ക് ആർക്കും അറിയത്തില്ല, പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കുച്ചി ചേർക്കും പോലെ അവിടെ ഇരിക്കുക. എത്ര സ്പീക്കേഴ്സാണ് റോഡിലും ഈ ഗ്രൗണ്ടിലും അവിടെ ഇവിടെ എല്ലാം. മുഴുവൻ കൺട്രോൾ പുള്ളിയുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അവിടെ അത് ഏതെല്ലാം ചെയ്യണമോ ചെയ്യുന്ന നേരത്തിൽ ഇതെല്ലാം കറക്റ്റാ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാനിപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്നലെ എൻ്റെ കൂടെ വന്ന പിള്ളേർ പറഞ്ഞു, പിന്നെ ഞാൻ ഫസ്റ്റ് ദിവസവും ശരി, ഇന്നലെ പകലും ഇന്നലെ വൈകിട്ടെല്ലാം പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഏതോ ഇലക്ട്രിക്കിന്റെ ഷാക്ക് അടിക്കുന്നത് പോലെ തിരിയുന്നുണ്ട്, ശരീരത്തെല്ലാം എന്തൊക്കെയോ നടക്കുന്ന മാതിരി തോന്നുന്നു. ഒരു മോള് പറയാണ്, എന്റെ തലേന്ന് കാല് വരയ്ക്കും എന്തൊക്കെയോ ഓടുന്ന മാതിരി തോന്നുന്നു. അപ്പൊ ഇവിടെ ഓപ്പറേറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലൈനിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ള അറിയത്തുള്ളൂ. ഈ കണക്ഷൻ കൊടുക്കാതെ ഇവിടെ 100 ബോക്സ് അടുക്കി വയ്ക്ക്, അതിനൊന്നും അറിയത്തില്ല, അതിനകത്തൊരു ശബ്ദം വരത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കണക്ഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിന്നെ അറിയാതെ നിന്റെ വാ തുറക്കും. നിന്നെ അറിയാതെ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, അറിയാതെ ദൈവത്തെ നീ മഹത്വപ്പെടുത്താൻ തുടങ്ങും, അറിയാതെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങും. കർത്താവിന്റെ തീരുമാനം എടുക്കാൻ ദൈവം നിന്നെ സമർപ്പിക്കും. ദൈവത്തിനെ സമർപ്പിക്കുമ്പോഴാണ് ദൈവം അത് ചെയ്യുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് ഏറ്റെടുക്കുന്നത് എനിക്ക് തിരിയില്ല, എത്ര പേര് നമ്പറും തിരിയില്ല. അവിടെയാണെങ്കിൽ ഇന്നേക്ക് നമ്മുടെ ഈ പരിശുദ്ധ ആരാധന, നമ്മുടെ എല്ലാ സഭകളും കൂടെ ചേർന്ന് ഒരു ഐക്യ ആരാധന, ഈ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന, ഈ സന്തോഷിക്കുന്ന ഒരു ആരാധന, ഈ ആരാധന. ഇങ്ങനെ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു. അടുത്ത ഞായറാഴ്ച നമ്മൾ ഓരോ സഭകളിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എവിടെ പാടുന്ന കുഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകും, ഞങ്ങളെല്ലാം ഇങ്ങനെ അങ്ങ് പോകും. ஆனால் ഇന്ന് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മേലെ കൈയൊന്ന് അടിച്ച് ഒരു നിമിഷം ആത്മാവിലൊന്ന് ആരാധിച്ചാട്ട്, ഒന്ന് ഫ്രീ ആകട്ടെ. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ ഒന്ന് പറഞ്ഞാട്ട്, ഒന്ന് തലയ്ക്ക് മേലെ കൈ നല്ലതായിട്ട് തട്ടിയിട്ട് അന്യഭാഷയിൽ ഒന്ന് സംസാരിച്ചാട്ട്, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്. എല്ലാ അന്തരീക്ഷം മാറട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, കാർമേഘങ്ങൾ മാറട്ടെ, കാരുരുൾ മാറട്ടെ, ഇരുളിൽ വെളിച്ചം ഉദിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പെരുമഴ, ദൈവത്തിന്റെ പരിശുദ്ധ ഇടിമുഴക്ക ശബ്ദം ഇവിടെ ഇപ്പൊ വെളിപ്പെടട്ടെ. അഭിഷേകം പ്രാപിക്കാത്തൊരു അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കാത്തൊരു ശക്തി പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കാത്തൊരു ബലം പ്രാപിക്കട്ടെ. ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ ദൈവമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭാഗ്യം. നല്ല കൈ അടിക്കണം, ഇങ്ങനെ അടിച്ചാൽ പറ്റത്തില്ല. നല്ല ആത്മാവിൽ ആരാധിക്കണം, നല്ല ആത്മാവില്, അന്യ ഭാഷയില്. ഹല്ലേലൂയ, അന്യ ഭാഷയില്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഈ ആരാധന കൊണ്ട് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ മുന്നിൽ ടേബിളും ആഹാരം എല്ലാം വരും. അത് കൊടുക്കാൻ വേണ്ടി ഒരു പാർട്ടി അവിടെ തീക്കകത്ത് നിൽക്കുക.
അയ്യോ അത് ചൂടായിരിക്കുന്നു, എൻ്റെ കാല് പൊള്ളുന്നു, അയ്യോ എൻ്റെ ദേഹത്തെല്ലാം ചൂടടിക്കുന്നു പറഞ്ഞ് അവർ നിന്നാ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് കിട്ടത്തില്ല. അവൻ കരിഞ്ഞാലും കുഴപ്പമില്ല, കരിക്കട്ടെ ആളെ കുഴപ്പം, നിങ്ങളെ ഊട്ടണം ഉച്ചയ്ക്ക്. അതിനുവേണ്ടി ഒരു ചില പാർട്ടി അവിടെ നിന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള വേല നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കെല്ലാം കരുതുന്ന ഒരു ദൈവമാണ്. ആരാധന നേരത്തെ അത്ഭുതം നടക്കണം. പൗലോസും ശീലാസും ആരാധിച്ചപ്പോഴാണ് അവിടെ അത്ഭുതം നടന്നത്. ആരാധിക്കുമ്പോഴാണ് ബന്ധന അഴിയുന്നത്, ആരാധിക്കുമ്പോഴാണ് കെട്ടുകൾ പൊട്ടുന്നത്, ആരാധിക്കുമ്പോഴാണ് ഭൂമി കുലുക്കം ഉണ്ടാകുന്നത്, ആരാധിക്കുമ്പോഴാണ് അടഞ്ഞ ഡോർ ഓപ്പൺ ആകുന്നത്, ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്നത്, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ചത്ത ക്രിസ്തവനായി ഇരിക്കരുത്. ഒരു ഡെഡ് ബോഡി ഇവിടെ വെച്ചാൽ എത്ര കത്തിയാലും എത്ര ആയിരം സ്പീക്കർ വെച്ചാലും അവൻ അനങ്ങത്തിൽ, അവനൊരു ജീവനില്ല. ഇവിടെ ആരെങ്കിലും കൈയടിക്കാതോ സ്തുതിക്കാതോ നീ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് ചത്തതാണ്. നീ ഇന്ന് ദൈവത്തെ വാതർന്ന് സ്തുതിക്കണം, ദൈവത്തെ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷമായിരിക്കുന്നു. അങ്ങ് ഇന്നൊരു തീരുമാനത്തോടെ വേണം പോകാൻ. എൻ്റെ ഓട്ടം എങ്ങനാ, എൻ്റെ ഭവനത്തിൻ്റെ ഓട്ടം എങ്ങനാ? ഫസ്റ്റ് ഡേ പറഞ്ഞല്ലേ, ഞാനും എൻ്റെ ഭവനവും യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ വീട്ടാരും മോവെന്റാൽ കർത്തരെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. ആദ്യ തീരുമാനത്തിന് അടിപ്പടയിലാണ് ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അത്ഭുതം ചെയ്യുന്നത്. ഞങ്ങൾ ജോലി വിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ 40 രൂപയ്ക്ക് ഒരു തകര വീട് വാടകയ്ക്ക് എടുത്തു. 40 രൂപയ്ക്ക് ഒരു തകര വീട്. നല്ല വീട്ടിലിരുന്നത്, നല്ല വീട്ടിൽ ജനിച്ച് വളർന്നതാണ്. കേരളത്തിലെ ഒന്നിനും ഒരു മുട്ടുമില്ല, ഒരു കുഴപ്പമില്ല. ഇഷ്ടം പോലെ ജീവിച്ച കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. വിശപ്പ് എന്താന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയി ചോദിക്കണം എന്തുവാന്ന്. അങ്ങനെ വളർത്തിയെടുത്ത കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വളർന്നുകൊണ്ട് വരുമ്പോഴാണ് കർത്താവ് വിളിക്കുന്നത്. കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. ദൈവം ജോലി വിടാൻ പറഞ്ഞ് ജോലി വിട്ടു. ജോലി വിട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് ആഹാരമില്ല, ഒന്നുമില്ല. അവിടെ ആരും കഞ്ഞിയുടെ വെള്ളം കുടിക്കത്തില്ല. ഇവിടെ നമ്മൾ കഞ്ഞിവെള്ളം കളയത്തില്ല, കേരളത്തിലും കഞ്ഞിവെള്ളം കളയത്തില്ല. പക്ഷെ അവിടെ കഞ്ഞിവെള്ളം കുടിച്ചത് വലിയൊരു അവർക്കൊരു നാണക്കേട് പോലെ. അവർ ആ കഞ്ഞിവെള്ളം താഴെ ഊറ്റും. ആ കഞ്ഞിവെള്ളം ഊറ്റും. എൻ്റെ ഭാര്യ പറയും, പപ്പാ ഞാൻ പോയി ആ സഹോദരനെ കഞ്ഞിവെള്ളം മേടിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ പറയും, വേണ്ട മോളെ വേണ്ട. ഒരു 5 രൂപ കിട്ടിയാൽ അതിന് മേരി ബിസ്ക്കറ്റ് മേടിക്കും. അത് പൗഡർ ചെയ്ത് ഒരു ഗ്ലാസ്സിനകത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഉടുക്കാൻ വസ്ത്രമില്ല. ഈ 40 രൂപ വാടക കൊടുക്കാൻ കഴിയാതെ ആ വീട്ടു ഓണർ ഞങ്ങളെ കാലി ചെയ്ത് റോഡിൽ ഇറക്കി. കിടക്കാൻ സ്ഥലമില്ല, മരത്തിന്റെ ചവിട്ടി പോയി കിടന്നു. കർത്താവിന് വേണ്ടി. വീടില്ലാത്തോണ്ടല്ല, ജോലി ഇല്ലാത്തോണ്ടല്ല, വരുമാനം ഇല്ലാത്തോണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടല്ല, കർത്താവിന് വേണ്ടി ആ മരത്തിന്റെ ചവിട്ടിൽ. എന്തിനാ ദൈവം ഇതെല്ലാം ചെയ്തറിയാമോ? വിശപ്പുള്ളവന്റെ വിശപ്പ് ഞാൻ മനസ്സിലാക്കണം, വീടില്ലാത്തവന്റെ വീടിന്റെ ഇല്ലാത്ത വേദന ഞാൻ മനസ്സിലാക്കണം, വിദ്യാഭ്യാസം ഇല്ലാത്തവന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കണം, അതേ മൊഴികൾ ഭാഷകൾ അറിയാത്തവന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കണം. ഓരോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാക്കാൻ എൻ്റെ ട്രെയിനിങ് സെന്ററാണ് ആ സെന്റർ. പക്ഷെ ഞങ്ങൾ തകര വീട്ടിൽ കടന്നപ്പോഴും പട്ടിണി കടന്നപ്പോഴും റോഡിൽ കടന്നപ്പോഴും അടുത്തവന്റെ തിണ്ണയിൽ പോയി 6 മാസം, അടുത്തവന്റെ തിണ്ണയിൽ 6 മാസം കടന്നു. ഈ സമയത്തൊന്നും ഞങ്ങൾ പൊറുപുറത്തില്ല. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. എൻ്റെ മൂത്ത മകൻ എൻ്റെ വൈഫിന്റെ ഗർഭത്തിൽ 7 മാസം കുഞ്ഞായിരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ പാലക്കാട് നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ വിളിക്കുകയാണ്. നീ വീടെ വിട്ട് വെളിയെ വാ, കർത്താവ് നിന്നെ വിളിക്കുന്നു. നീ വീടെ വിട്ട് വെളിയെ വാ, കർത്താവ് നിന്നെ ഒരു ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പുള്ളിക്കാരൻ പാലക്കാട് നിന്ന് വന്നിരിക്കുകയാണ്. പാലക്കാട് ഞങ്ങളുടെ വീട്ടിൽ വന്നിക്ക് ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 300 കിലോമീറ്റർ ദൂരത്തിലെ ട്രാവൽ ചെയ്ത് വന്ന് പറയാ, ദൈവം നിന്നെ വിളിക്കുന്നു, വീട് വിട്ട് വെളിയെ വാ. പുള്ളി വന്നിട്ട് പോയി. അടുത്ത 2ാമത് ചൊവ്വാഴ്ച അതുപോലെ വന്ന് പറഞ്ഞു, ദൈവം നിന്നെ വിളിക്കുന്നു, ഇത് 2ാമത് ദൂതാണ്, വീട് വിട്ട് വെളിയെ വാ. ഉടനെ പുള്ളി പോയി. ഞങ്ങളുടെ വീട് ഒരു മരണ വീട് മാതിരിയായി. എൻ്റെ പപ്പ എന്നെ ரொம்ப സ്നേഹിക്കും. എൻ്റെ പപ്പ ഭയങ്കര ബിസിനസ്മാനാണ്. അന്ന് ലക്ഷങ്ങൾ വ്യാപാരം ചെയ്യുന്ന വലിയൊരു വ്യാപാര കപ്പലാണ് എൻ്റെ പപ്പ. അതിൽ ഞാൻ വിശ്വസ്തയോടെ ഇരിക്കുന്നതുകൊണ്ട് പപ്പയുടെ ആഗ്രഹം, ഞങ്ങൾ 7 മക്കളാണ്, 5 ആണ് 2 പെണ്ണ്, ഞാൻ 5ാമത്തെ മോൻ. പപ്പയുടെ ആഗ്രഹം ഞാൻ കല്യാണം കഴിച്ച് പപ്പയുടെ കൂടെ മരിക്കുന്നവരൊക്കെ ഇരിക്കണം. ഈ ബിസിനസിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ നോക്കണം. ഇഷ്ടം പോലെ പണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിളി വന്നത്. ഞങ്ങളുടെ വീട് ഒരു മരണ വീട് പോലായി. 3ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇതേ ദൈവദാസൻ പറഞ്ഞു, ഇത് അവസാനത്തെ ദൂതാണ്, ഇന്ന് നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു മരണം നടക്കും. പെട്ടെന്ന് വെളിയെ വരാൻ പറഞ്ഞു.
ഞാൻ വീട്ടിലെടുത്തിരുന്ന ഒരു കൈലി, ഒരു ഹാഫ് കൈ ഷർട്ട്, എൻ്റെ മനവി ഭാര്യ ആ കിച്ചണിൽ അടുക്കളയിൽ എടുത്തിരുന്ന ഒരു അഴുക്കൊരു സാരി, ആ ഡ്രസ്സോട് ഒരു സാധനം എടുക്കാതെ വയറ്റിൽ 7 മാസം കുഞ്ഞിനെ വെച്ചോണ്ട് വീട്ടെ വിട്ട് ഇറങ്ങിയതാ. മനസ്സിലാകുന്നുണ്ടോ സഹോദരന്മാർക്ക്? വലിയ വീട്, ഇഷ്ടം പോലെ പണം, നല്ല ആഹാരം. 87 പേര് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാര്, ഞങ്ങളുടെ ഈ കമ്പനിയിൽ ജോലിക്കാരുണ്ട്. അവർക്കെല്ലാം ഇഷ്ടം പോലെ ശമ്പളം, ഇഷ്ടം പോലെ ഫുഡ്. ഒരു വലിയ ഒരു ജീവിതത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ വിളി കേട്ടത്. വീട്ടിൽ ഉടുത്ത തുണിയോടെ വീട്ടെ വിട്ട് വെളി വന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അറിയത്തില്ല. ദൈവ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ച് പറയാണ്, ഈ വേദപുസ്തകം മാത്രമാണ് എൻ്റെ കയ്യിലിരുന്നത്. ഞാൻ വെളിയെ വന്നു. ഇന്ന് വരയ്ക്ക് എൻ്റെ പപ്പായുടെ കയ്യിൽ നിന്ന് 1 രൂപയുടെ സ്വത്ത് ഞാൻ മേടിച്ചിട്ടില്ല. ലക്ഷങ്ങൾ സ്വത്തിന്റെ പ്രോപ്പർട്ടി എനിക്ക് അവിടെ ഉണ്ട്. എൻ്റെ അമ്മായിയപ്പൻ 9 പിള്ളേർ, ഇഷ്ടം പോലെ. KT തോമസ് മോനെ എൻ്റെ അമ്മായിപ്പൻ്റെ പേര്, നിന്റെ പപ്പായുടെ പേര് താ, KT തോമസ്, കല്ലുകാലായിൽ തോമസ്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ KT തോമസ് പറഞ്ഞു, എൻ്റെ അമ്മായിപ്പൻ്റെ ഓർമ്മ വന്നു. 93-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അങ്ങേർക്ക് കോടിക്കണക്കിന് സ്വത്ത്. 1 രൂപ എൻ്റെ അമ്മായിപ്പൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, ആമീനെല്ലാം പറയാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത്, വിളിച്ചവൻ വിശ്വസൻ. എൻ്റെ അമ്മ കൈവിട്ട് മരിച്ചുപോയി, അപ്പൻ കൈവിട്ട് മരിച്ചുപോയി, അമ്മായിമ്മ കൈവിട്ട് മരിച്ചുപോയി, അമ്മായിപ്പൻ കൈവിട്ട് മരിച്ചുപോയി. ആണ് എൻ്റെ കൈ പിടിച്ചവൻ മരിച്ചു വീണ്ടും എൻ്റെ കൈ പിടിക്കാൻ വേണ്ടി ജീവനോട് ഇരിക്കുകയാണ്. അമ്മ മറന്നു, അപ്പൻ മറന്നു, എല്ലാവരും കൈവിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു. 1 രൂപയുടെ സ്വത്ത് ഞങ്ങളുടെ ഏത് സ്വത്തിൽ നിന്നും ഞങ്ങളുടെ കയ്യിലില്ല. കർത്താവ് ഞങ്ങളെ നടത്തുന്നു. അന്ന് 40 രൂപ വാടക കൊടുക്കണം, നിവൃത്തിയില്ല. അടുത്തവന്റെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിന് വേണ്ടി ആശിച്ചു, അത് കിട്ടുന്നില്ല. എങ്ങനെ ജീവിക്കണം? ഇന്ന് 100-ലധികം പേർ ഒരു ദിവസം വീട്ടിൽ ആഹാരം കഴിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വർഷത്തിലെ 5 ലക്ഷം 6 ലക്ഷം തുണി വാങ്ങി മറ്റുള്ളവർക്ക് തുണിയില്ലാത്തവർ കൊടുക്കുക. ഇന്ന് വർഷത്തിൽ ഒരു വീടില്ലാത്തവൻ പണിത് കൊടുക്കുക. വടക്കേ ഇന്ത്യ ദേശത്തിലെ വർഷത്തിൽ ഒരു പെയ്ത്തോം പണിത് കർത്താവിന് വേണ്ടി കൊടുക്കുക. ദൈവം അതേ രീതിയിൽ എന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ പഴയ വർഗീസ് തന്നെ തങ്കത്തിൽ കോട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷെ അതില്ല. ദൈവകൃപയിനാൽ ദൈവം തരുന്നു, ദൈവത്തിന് വേണ്ടി വാരി ചെലവഴിക്കുന്നു. ദൈവം തരുന്നു, ദൈവത്തിന് വേണ്ടി. ഞാൻ എല്ലാവരും, എനിക്ക് മക്കളില്ല. എനിക്ക് തന്ന മക്കളെ അമേരിക്കയിലൂടെ സമ്പാദിച്ചിരുന്നെങ്കിൽ എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞേനെ. എനിക്ക് മക്കളില്ല. ദൈവം തന്ന മക്കളെ കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ്. കാഞ്ചീപുരത്തിലെ ശുശ്രൂഷ ആരംഭിച്ചു. ശുശ്രൂഷ അങ്ങോട്ട് വളരാൻ തുടങ്ങി. ഭയങ്കര പോരാട്ടമാണ്. നമ്മൾ ഈ പൈപ്പിലെ വെള്ളം എടുക്കാൻ പോയാൽ നമ്മൾ എടുക്കാൻ തൊടാൻ പറ്റും. നമ്മൾ മാട്രച്ചിരുന്ന് പറഞ്ഞ് നമ്മളെ പൈപ്പെ തൊടാൻ പറ്റത്തില്ല. കടയിൽ പോയാൽ നമുക്ക് ഇങ്ങനെ എറിഞ്ഞു തരും, നമ്മുടെ കൈ തൊടത്തില്ല. കാശ് നമ്മൾ ടേബിളെ വയ്ക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. കാരണം നമ്മൾ തീട്ടാണ് അവർക്ക്, അശുദ്ധമാണ് നമ്മൾ അവർക്ക്. ആണ് ഇന്ന് അവന്മാർ മാട്രച്ച് തിന്നാൻ തുടങ്ങിയത് കൊണ്ട് നമുക്കൊരു പീസ് കിട്ടത്തില്ല. അന്ന് 40 രൂപയ്ക്ക് ഒരു കിലോ, ഇന്ന് 450 രൂപ ഒരു കിലോ അവർ തിന്നാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കഷ്ടപ്പെട്ട് വേദനയോടാണ് ജീവിച്ചത്. ഇന്ന് ദൈവം തമ്മനെ ഉയർത്തി വെച്ചിരിക്കുക. ഇന്ന് ഞാൻ ഇരിക്കുന്ന വീട്, നിങ്ങൾ എന്നെ കളിയാക്കരുത്, വേറെ തെറ്റിദ്ധരിക്കരുത്. ദൈവം തന്ന വീട്, ദൈവം തന്ന. ഇന്ന് വിട്ടാൽ 3.5 കോടി കിട്ടും. ഇന്ന് കൊടുത്ത ഇന്നത്തെ റേറ്റിന് 3.5 കോടി കിട്ടുന്ന വീട്ടിലാണ് ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന കാർ നിങ്ങൾ കണ്ടാൽ ഭ്രമിക്കും. അതുപോലത്തെ കാറാ ദൈവം എനിക്ക് തന്നു. ഞാൻ എവിടെയും പോയി പ്രവാചകം പ്രവചിച്ച് പറഞ്ഞോ, കള്ളപ്രവാചകം പറഞ്ഞു, 5 പൈസ മേടിക്കത്തില്ല. ഏത് മീറ്റിങ്ങിന് പോകണം എനിക്ക് ഡിമാൻഡ് ഇല്ല. എനിക്ക് ലോഡ്ജ് വേണം, ഞാൻ ലോഡ്ജിൽ കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇങ്ങോട്ട് തിരുമനത്തിലെ തിരുമനത്തിലെ പെരിയ അരമനയുണ്ട് എനിക്ക് കിടക്കാനുള്ള വീട്. ഫോൺ വന്നുകൊണ്ടിരിക്കുക, അവിടെ കിടക്കുന്നു, എവിടെ കിടക്കുന്നത്. ഒത്തിരി വീടുകൾ എനിക്ക് ഇവിടെ ഉണ്ട്. പീറ്റർ പാസ്റ്റ് എന്നെ ഒത്തിരി ആഗ്രഹിച്ച് എന്നെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അവിടെ എല്ലാം വീടെല്ലാം നിങ്ങൾ പോയി കാണണം. ഇവിടെ ഒത്തിരി വീട് ഈ ദേശത്തുണ്ട്. പക്ഷേ ഞാൻ കിടക്കുന്ന വീട് നിങ്ങൾ കണ്ട ആശ്ചര്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കിടക്കുന്നത്, എനിക്ക് ആ വലിയ ബംഗ്ലാ ദൈവം തന്നതുകൊണ്ടോ, വലിയ കാർ തന്നതുകൊണ്ടോ, ഇത്രയും വലിയ തന്നുകൊണ്ടൊന്നും എനിക്കൊരു അഹങ്കാരം എൻ്റെ നെഞ്ചിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. താഴ്മയോട് വരും, താഴ്മയോട് പോകും. ഇവരെന്ത് കൊടുക്കുന്നത് മേടിച്ച് ഉടനെ അത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ നിന്ന് പാസ് കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയിൽ ഒരു 5 പൈസ ഞാനൊരു ടീ മേടിച്ച് കുടിക്കത്തില്ല. അത്ര പൈസയും നിങ്ങളുടെ സഭ പേരിൽ അവിടെ റെക്കോർഡിൽ പതിവാകും. ഇങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ. അത്രമാത്രം ഞാൻ കറക്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈവം എന്നെ നടത്തിക്കൊണ്ട് വരുന്നു. ചത്തുപോയാലും ചാകാൻ വിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതകരമായി നടത്തുന്നു. ആ ദൈവം നിങ്ങളെ നടത്തും. നിന്നെ വാടക വിട്ട് കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അടുത്തവന്റെ തിണ്ണെ കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ അടുത്തവന്റെ വീട്ടിൽ പോയി എറവ് കേൾക്കാൻ, കടൻ മേടിക്കാൻ, പലിശയ്ക്ക് മേടിക്കാൻ ദൈവം നിന്നെ വിടത്തില്ല. യഹോവ നിന്റെ ഇടയനാകുന്നു, നിനക്ക് മുട്ടുണ്ടാകയില്ല. അവൻ നിന്നെ പച്ചയായ പുൽപ്പറകളിൽ മേയ്ക്കും.
എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനാഥരായി വിടത്തില്ല. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ജോലിക്കോ നീ ഒരുത്തന്റെ മുന്നേ പോയി കൈനീട്ടേണ്ട ആവശ്യമില്ല. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? കടനില്ലാതെ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം നിങ്ങൾ ഓടണം. കർത്താവിന്റെ സത്യത്തെ നിങ്ങൾ ഓടണം. സഭയുടെ ഉപദേശം നിങ്ങൾ കേൾക്കണം. സഭയുടെ ഉപദേശത്തെ നിങ്ങൾ അനുസരിക്കണം. സഭയുടെ ഉപദേശം നിങ്ങൾ കെട്ടുപെടണം. സഭയോട് ലയിച്ചിരിക്കണം. സഭയോട് ചേർന്നിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷകന്മാരോട് തോൾ കൊടുക്കണം. ഊരും ആരോനും എങ്ങനെ ഇരുന്നോ അതുപോലെ നിങ്ങൾ മാറണം. സഭയ്ക്കകത്തൊരു വഴക്കോ മല്ലോ പിണക്കമോ ഒന്നും ഇരിക്കരുത്. അത് ദൈവം തമ്പുരാൻ ഇഷ്ടപ്പെടുന്നതല്ല. നിന്റെ സഹോദരനെ നീ അല്പമായി നനയ്ക്കുന്നുണ്ടെങ്കിൽ നീ കൊലപാതകൻ എന്നാണ് ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. കലഹക്കാരെ നിങ്ങൾ കയ്യോന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കലഹമുണ്ടാക്കുന്നവനെ കഴുത്തിൽ എന്തരക്കല്ലെ കെട്ടി സമുദ്രത്തിന് സഭയ്ക്ക് ഇടലുണ്ടാക്കുന്നവനെ കഴുത്തിൽ എന്തരക്കല്ല് കെട്ടി സമുദ്രത്തിന് ആഴത്തിൽ പോടുന്ന കത്തൽ ചൊല്ലിയിരിക്കുന്നത്. സഭയ്ക്ക് ഇടലുണ്ടാക്കുന്നതല്ല, സഭയ്ക്ക് തൂണാകെ നിൽക്കണം. സഭയ്ക്ക് താങ്ങും നിഴലുമാ നിൽക്കണം. സഭയ്ക്ക് കൊടുക്കണം. സഭയ്ക്കാകെ ജപിക്കണം. സഭയ്ക്കായി പോരാടണം. നമ്മുടെ പങ്ക് ആ സഭയ്ക്കകത്ത് എന്തുകൊണ്ടോ അത് നിങ്ങൾ എടുത്ത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ദിവസം സഭയില് അലവൻസ് ചെയ്തു. ആയിരക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ചില ഈ പുതുസാ ചില ആൾക്കാർ വരും. അവർ വന്നിട്ട് നല്ല നല്ല ചെരുപ്പെടുത്തുകൊണ്ട് അങ്ങ് പോകും. അവർ സഭയ്ക്ക് വരുന്നതല്ല, ചെരുപ്പിന് വേണ്ടി വരുന്നവരാ. ഇവിടെ അങ്ങനെ ഉണ്ടോ മക്കളെ? ഇല്ല. നല്ല വിശ്വാസികൾ. ഇവർ കടയിൽ പോയി ചെരുപ്പ് മേടിക്കത്തില്ല. നമ്മുടെ പെയ്ത്തോമിൽ വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ചെരുപ്പെടുത്തുകൊണ്ട് പോകും. ഇത് ദിവസവും കംപ്ലൈന്റ്. അപ്പം ഞങ്ങൾ വലിയ സ്റ്റാൻഡ് റെഡി ചെയ്ത് ടോക്കൺ വെച്ചു. ടോക്കൺ. അപ്പം ഞാൻ ചോദിച്ചു, ഈ ചർച്ചിൽ ഇത്രായിരം ജനങ്ങൾ വരുന്നുണ്ട്, അവിടെ റോഡിലാണ് ഈ സ്റ്റാൻഡെല്ലാം വെച്ചിരിക്കുന്നത് വെയിലില്. അതിന് നിന്ന് ടോക്കൺ മേടിച്ച് ചെരുപ്പ് സൂക്ഷിക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ CA പഠിച്ച് ജോലിക്ക് റെഡിയാ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ച് എഴുന്നേറ്റ് അവൾ കൈ ഉയർത്തി. പാസ്റ്റർ എന്നെ എല്ലാവരും ഡാഡി എനിക്ക് ആ ശുശ്രൂഷ വേണം. ഞാൻ മോളെ മോളെ ഗ്രാമത്തിൽ നിന്ന് വരുന്നവരുണ്ട്, കിഴിഞ്ഞ ചെരുപ്പുണ്ട്, നാറിയ ചെരുപ്പുണ്ട്, അത് കൈകൊണ്ട് എടുത്ത് വയ്ക്കണം, കൈകൊണ്ട് എടുത്തു കൊടുക്കും. അത് ഞാൻ ചെയ്യാം. അവളെന്നെ സമർപ്പിക്കും. അവൾ ഇരിക്കാൻ പറയും. എല്ലാ സർവീസിലും സ്റ്റാൻഡിങ് ആണ്. അവളുടെ കൂടെ 3 പേരൂടെ ചേർന്നു. 4 പേർ നിൽക്കുകയാണ് ഈ ചെരുപ്പിന് വേണ്ടി മാത്രം. അതിനുശേഷം ആരുടെയും ചെരുപ്പെ കുറിച്ച് ആർക്കും ഭയമില്ല. മറ്റേ അകത്ത് വന്നാൽ വചനം കേൾക്കത്തില്ല. എൻ്റെ ചെരുപ്പ് പോകുമോ, എൻ്റെ ചെരുപ്പ് പോകുമോ, എൻ്റെ ചെരുപ്പ് പോകുമോ, ഇങ്ങനെ ചിന്തിക്കുന്നവരും നിറയെ പേര് ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, 1 വർഷമേ ആ കൊച്ചത് ചെയ്യാൻ ദൈവം സമ്മതിച്ചുള്ളൂ. അടുത്തത് അവൾക്ക് വന്നിരിക്കുന്നത് 7 തലമുറയായിട്ട് ഒരു ഫാമിലി, ഡോക്ടേഴ്സ് ഫാമിലിയാണ്. അവിടെ അമ്മായിയമ്മ ഡോക്ടർ, അമ്മായിപ്പൻ ഡോക്ടർ, ആ ഫാമിലി എല്ലാവരും ഡോക്ടർ. കോടി 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 സ്വത്തിന് അധിപതി. 11 കാറാണ് അവരുടെ വീട്ടിൽ നിൽക്കുന്നത്. കിലോ കണക്കിന് ആഭരണം. ഒറ്റ മോനേ ഉള്ളൂ. ഇവിടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒറ്റ മോനേ ഉള്ളൂ. ആ മോനെ ഇവക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി തേടി വന്നിരിക്കുക. പെണ്ണെ കാണാൻ വന്നപ്പം ഈ സാക്ഷി ഇവർ കേട്ടു. ഈ കൊച്ചി ഈ ശുശ്രൂഷ ചെയ്യുന്ന സാക്ഷി ഇവർ കേട്ടപ്പം ഈ ചെരുപ്പെടുത്ത് കൈകൊണ്ട് വയ്ക്കുന്നോൾ ഞാൻ ചാകാൻ കിടക്കും, എനിക്ക് കൈകൊണ്ട് വെള്ളം എടുത്ത് തരും. ഇതാണ് അവരുടെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഈ മറ്റുള്ളവരുടെ അഴുക്ക് ചെരുപ്പ് കൈകൊണ്ട് എടുത്തു വയ്ക്കാൻ ഒരു പ്രാപ്തിയുള്ളോൾ അതിനുവേണ്ടി സമർപ്പിച്ചെങ്കിൽ നിശ്ചയമായിട്ടും എനിക്ക് അവരുടെ കൈകൊണ്ട് വെള്ളം തരും. ആ കൊച്ചു വേണം എൻ്റെ വീട്ടിൽ മരുമോള വരാൻ. ഒരൊറ്റ പൈസ സ്ത്രീധനം മേടിച്ചില്ല. കാർ വേണോ, സ്വർഗം, എന്താ? അവൻ്റെ അപ്പൻ FA ഫണ്ട് ഇൻസ്പെക്ടറാണ്, CA പഠിച്ച കൊച്ചാണ്. ഇന്ന് അവളെ ജോലിക്ക് വിട്ടിട്ടില്ല. അവൾ ജോലിക്ക് കൊണ്ട് ആവശ്യമില്ല. അവൾ കഴിഞ്ഞ മാസം വരുന്ന, ഡാഡി എസ്റ്റേറ്റ് അല്ല ഇന്നും പോയി ഞാൻ കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. അന്തമാത്രം ഉയർന്ന ഇടത്തിൽ കർത്താവ് 1 വർഷം ഈ ശുശ്രൂഷ ചെയ്തതിന് നിമിത്തമായി ദൈവം അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾക്ക് അതിന്റെ അഹങ്കാരങ്ങൾ ഒന്നുമില്ല. ഇന്നും താഴ്മയോട് ഇന്നും പറഞ്ഞു, ഡാഡി എനിക്ക് എന്തെങ്കിലും ഒരു ഊഴിയം തരണം, എനിക്ക് എന്തെങ്കിലും ഒരു ശുശ്രൂഷ തരണം, ഞാൻ ഇന്നും കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ദൈവത്തിന് വേണ്ടി ഒന്ന് ചെയ്യണം. ഈ മാവട്ടത്തിലെ കർത്താവിന് സ്തോത്രം ഉള്ള ഒരു കത്തോലിക്ക പെണ്ണ് നമ്മുടെ സഭയിൽ ഒന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടുന്ന് ഏതാണ്ട് വന്ന ഒരു 30 കുടുംബത്തിൽ മേലെ കന്യാകുമാരി ആൾക്കാർ നമ്മുടെ സഭയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലൊരു കൊച്ച് ഈ തിരുത്തുപുറം പക്കം കത്തോലിക്ക ചർച്ചിന്റെ പിന്നാടി പുറകിൽ അവിടെ വീട്. അവൾ വന്ന് ടോയ്ലറ്റ് ബാത്റൂം കഴുകണം. ആഴ്ചയിലെ 3 പ്രാവശ്യം ആ മെയിൻ ചർച്ചിന്റെ എല്ലാ ടോയ്ലറ്റ് ബാത്റൂം കഴുകണം. അതിന് ഞാൻ ചോദിച്ചപ്പം അവളാണ് ഫസ്റ്റ് കൈ തൂക്കിയത്. ഞാൻ പറഞ്ഞു, മോളെ നീ ഇത് ചെയ്യുന്നത് സാധാരണ കാര്യമല്ല. ടോയ്ലറ്റ് നീറ്റായിരിക്കണം, എപ്പോഴും നീറ്റായിരിക്കണം. ആഴ്ചയിൽ 3 പ്രാവശ്യം അത് നമ്മൾ പറഞ്ഞു, ഭാഷ ദിനവും കഴുകിക്കോളാം, കുഴപ്പമില്ല. അതിന്റെ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അവിടെ സ്വന്തം ചെലവിൽ മേടിച്ച് നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്ന് ആഹാരം കഴിക്കാം. അതുപോലെ നീറ്റായിട്ട് ടോയ്ലറ്റ് ആ ഒരു കൊച്ചു കഴുകി വയ്ക്കുന്നത്. ഒരാമയും പറ സാറേ, നമ്മൾ പോയ വെള്ളം കൂടെ ഒഴിക്കാതെ തിരിച്ചു വരും. അത് ചർച്ചിന്റെ ടോയ്ലറ്റ് അല്ലേ?
മറ്റുള്ള പോകുന്നത് ഞാൻ എന്തിനാ വെള്ളം ഒഴിക്കുക? അങ്ങനല്ല. കർത്താവിന് വേണ്ടി തീരുമാനം എടുക്കണം. എൻ്റെ ദൈവത്തിൽ നിന്ന് കുനിയണം, എൻ്റെ ദൈവത്തിൽ നിന്ന് നിവരണം, എൻ്റെ ദൈവത്തിന് ഇത് കൊടുക്കണം, ഇത് ചെയ്യണം, ഇതിനു വേണ്ടി ഞാൻ ഓടിയെങ്കിലേ ഒക്കത്തുള്ളൂ, ഇതിനു വേണ്ടി എൻ്റെ സമയത്തെ മാറ്റണം. ഇങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഇന്ന് ആ കൊച്ചിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവളോട് എല്ലാവരും വന്ന് ചോദിക്കുന്നത്, സിസ്റ്റർ ഞങ്ങൾക്ക് ഒരാഴ്ച 2 ആഴ്ചയെങ്കിലും ഇതൊന്നും തരാമോ? ഞാൻ മരിക്കുന്നവർക്ക് ഇത് തരത്തില്ല, ഞാൻ മരിക്കുന്നവർക്ക് ഇത് ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചില നേരം പോയി നോക്കിയാൽ ഗ്രാമത്തിൽ നിന്നുള്ള ജനങ്ങൾ വരും, അവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയത്തില്ല, അവർ കണ്ട മാതിരി എല്ലാം യൂസ് ചെയ്തിട്ട് പോകും. നമ്മൾ അതിന്റെ 7 അരികത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതെല്ലാം നിന്റെ കൈ കൊണ്ട് അവൾ ക്ലീൻ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു, മോളെ നീ ഇത്രമാത്രം താല്പര്യമായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താന്ന് ചോദിച്ചു. അവൾ പറഞ്ഞത്, ഞാൻ ഒരു കത്തോലിക്ക പെണ്ണാണ്, ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ജോലി ഞാൻ ചെയ്യത്തില്ല, എല്ലാം എൻ്റെ അമ്മയാ ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ ഭർത്താവാണ് ടോയ്ലറ്റ് കഴുകുന്നത്, അങ്ങനെയാണ് തുണി കഴുകുന്നത്, മാക്സിമം എല്ലാം അവരാ ചെയ്യുന്നത്. അപ്പം നീ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കാരണം ക്രിസ്തു എൻ്റെ അകത്ത് വന്നു, ഞാൻ മാറി. ദൈവം എനിക്ക് ആ താല്പര്യം കൊടുത്തു. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങി. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കും. മക്കളെ, നമ്മളെ ആരും ഈ ലോകത്തിൽ നമ്മൾ മിണ്ടാനില്ല, പറയാനില്ല, നമുക്ക് സ്നേഹിതരില്ല, സ്വന്തമില്ല, ബന്ധമില്ല, ആരും വേണ്ട. അവരെല്ലാം ഏതോ ഒരു പ്രതിഫലത്തെ ഉദ്ദേശിച്ചാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ഏതെങ്കിലും നന്മ ഉദ്ദേശിച്ചാണ് നമ്മളെ സ്നേഹിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആണാ ദൈവത്തിന്റെ സ്നേഹം അങ്ങനല്ല. കൊച്ചിവിടെ പാട്ട് പാടുന്നതിന് മുന്നേ ദൈവത്തിന്റെ സ്നേഹം അങ്ങനല്ല. ഓ, കളങ്കമില്ലാത്ത സ്നേഹം, ഒരു പ്രതിഫലവും നമുക്ക് ഉദ്ദേശിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് യേശുക്രിസ്തു. ആ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ നമ്മൾ താല്പര്യപ്പെടണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് ചെയ്യുമോ? എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് ചെയ്യുമോ? എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം നമ്മളെ നടത്തുക. ഞാനിവിടെ വന്നിറങ്ങി, രാവിലെ വന്നു, ഭയങ്കര ക്ഷീണമാണ്, ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകിട്ടത്തേക്ക് മീറ്റിംഗ് റെഡിയാകണം. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേറൊരു ചെറുക്കനോട് വിളിച്ചു. അവൻ്റെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് കിടക്കുക, ഇവിടെ ഉള്ളൊരു ചെറുക്കൻ്റെ വീട്. ആ വീട് എനിക്കറിയാം. ഞാനിവിടെ വന്ന ഉടനെ അവൻ എനിക്ക് വേണ്ടി എല്ലാ വേലകളും എനിക്ക് വേണ്ടി അവൻ ചെയ്യും. ആരുടെയെങ്കിലും കാർ ഇറവെടുത്തുകൊണ്ട് വന്ന് എനിക്ക് കാർ ഓടിക്കും. എനിക്ക് എന്തൊക്കെ ചെയ്യണോ എനിക്കെല്ലാ ശുശ്രൂഷ അവൻ ചെയ്യും. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവൻ്റെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക. ഞാനിവിടെ വന്ന് വെള്ളിയാഴ്ച രാവിലെ വന്നിട്ട് പറഞ്ഞു, മോനെ 9:30 മണിക്ക് നീ വീട്ടിൽ വരണം, 9:30 മണിക്ക് നീ എൻ്റെ കൂടെ വരണമെന്ന്. വന്നവൻ ഞാനും അവനും കൂടെ പോയി ഒരു ടൈൽസ് കടയിൽ പോയി അവൻ്റെ വീടിന് എത്രമാത്രം ടൈൽസ് വേണോ അത്രയും ടൈൽസ്, എന്തുമാത്രം പെയിന്റ് വേണോ അത്രയും പെയിന്റ്, അതിനുള്ള മണൽ, സിമെന്റ്, എല്ലാ കാര്യങ്ങളും മേടിച്ചു. ഏതാണ്ട് 50,000 ചില രൂപ അതിനുള്ള റേറ്റ് കൊടുത്തു. ഇനി കൂലികൾ കൊടുക്കണം. ഇനി കുറഞ്ഞതൊരു 30 രൂപ 40 രൂപയ്ക്ക് മേലെ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവാകും. അതേ കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വലിയ പണക്കാരനല്ല. അത് കൊടുത്തതിന് ശേഷം ഞാൻ താമസിക്കുന്ന വീട്ടിൽ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് ചെലവഴിച്ചോ, ഞാൻ പോകുന്ന നേരത്ത് തരാം. ഇപ്പം എൻ്റെ കാശില്ല. മുഴു കാശയും കൊടുത്ത് ഇവിടെ സ്തോത്രാഴ്ചയോടുള്ള കാശ് മാത്രം കൈവച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക, ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്നും ഞാൻ മരിക്കുന്നതിന് മുന്നേ അനേകർക്ക് ചെയ്യണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അടുത്ത 2 മാസത്തിന് ശേഷം ഒരു കൊച്ചിന്റെ വിവാഹം, അതിന്റെ കംപ്ലീറ്റ് ചെലവ്, ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടണമെങ്കിൽ സാധാരണ വിഷയമല്ല. അവൾ ഒരു സാധുവാണ്, ഒരു ഏഴയാണ്, ഒരു അനാഥ കൊച്ചെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കല്യാണമല്ല. നല്ല ചുറ്റുപാടുള്ളവന്റെ മോളെ എങ്ങനെ കെട്ടിച്ചു വയ്ക്കുന്നു അതുപോലത്തെ കല്യാണമാണ് ഞങ്ങൾ നടത്തുന്നത്. അടുത്തതിന്റെ പിന്നത്തെ മാസം കല്യാണത്തിന്റെ കാര്യങ്ങൾ റെഡി. അവൻ അപ്പനുമില്ല അമ്മയുമില്ല, ഒരു അനാഥ കൊച്ച്. അവൾക്ക് ഞാൻ വീട് പണിത് കൊടുത്തു. ഇപ്പൊ അവൾക്ക് ചെറുക്കനെ റെഡി ചെയ്തു. അവളുടെ വിവാഹത്തെ ഞങ്ങൾ ഉത്തരവാദിത്തം എടുത്തിരിക്കുകയാണ്. മംഗളമായി നടക്കും വിവാഹം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം സ്വർഗത്തിൽ ചേരുക. ഒറിജിനൽ ബാങ്കാണ് മേളിലിരിക്കുന്ന ബാങ്ക്. അങ്ങേരടുത്ത് നിങ്ങൾ കൊടുക്ക. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചോണ്ടാ പോകുന്നത്. കൊടുക്കുന്ന നിങ്ങൾക്ക് നഷ്ടമല്ല, പ്രാർത്ഥിക്കുന്ന നഷ്ടമല്ല, വേദപുസ്തകം വായിക്കുന്ന നഷ്ടമല്ല, വേദപുസ്തകം ചുമക്കുന്ന നഷ്ടമല്ല, ഒരുത്തനോട് പോയി സുവിശേഷം വരെ നഷ്ടമല്ല, നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന കൂട്ടം നടത്തി 10 പേര് സുവിശേഷം കേൾക്കുന്നത് നഷ്ടമല്ല. നിങ്ങൾ അതിന് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്.
ഈ വർഷം ഞങ്ങളുടെ പ്ലാൻ 25 മിനി ക്രൂസൈഡ് ആണ് നമ്മുടെ മെയിൻ ചർച്ച് മൂലമാണ് നടത്തുന്നത്. 25 ഗ്രാമങ്ങളിൽ 25 മിനി ക്രൂസൈഡ്. 100 ഭവനത്തെ ഈ വർഷം പുതുതായിട്ട് 3 ഭവനം, ഒരു ഭവനത്തിൽ 4 പേര് വെച്ചാൽ 100 × 4 നിങ്ങൾ കണക്ക് കൂട്ടണം. അത്ര പേര് ഇന്ന് വർഷം സഭയ്ക്ക്. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഇവിടെ ലൈവിലൂടെ അവരെല്ലാം കേട്ടോണ്ടിരിക്കുക, ലൈവിലൂടെ കാണുന്നുണ്ട് എല്ലാവരും. എൻ്റെ വൈഫ് ഓരോ പ്രോഗ്രാം നോക്കിക്കൊണ്ടിരിക്കുക. 10 ഫാമിലിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയ്ക്ക് പുതുതായിട്ട് വന്നത്. 10 ഫാമിലി. ഒരു ഫാമിലി 4 പേര് വെച്ചാൽ 40 പേര്. അങ്ങനെയാണ് 100 ഫാമിലി ഈ വർഷം വരുന്നെങ്കിൽ 400 പേരിന് മേലെ സഭയ്ക്ക് ഈ വർഷം വരാൻ പോവാം. ഓരോ വിശ്വാസികളും കുറഞ്ഞത് ഒരാളെ 12 മാസം സ്നാനത്തിന് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നീ തിരുവത്താഴം എടുക്കരുത്. ഒരു 12 മാസത്തിനകത്ത് ഒരുത്തനെങ്കിലും ക്രിസ്തുവിലേക്ക് നയിക്കണം. സ്നാനത്തൊട്ടിയാന്റെ കൊണ്ട് നിർത്തണം. മാസം തോറും സ്നാനം. പ്രൈസ് ദി ലോർഡ്. മാസം തോറും സ്നാനം. മക്കൾ കൂട്ടമായി വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനം എടുക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെങ്കിൽ നമ്മൾ ഏത് ട്രാക്കിൽ പോകുന്നോ ആ ട്രാക്കിൽ ദൈവം നമ്മുടെ കൂടെ വരും. നമ്മൾ എന്ത് ചെയ്യുന്നോ ദൈവം നമ്മുടെ കൂടെ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഓരോ ക്രിയകളെയും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്ലാനിങ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഈ വർഷം ഈ 13 കോടിയുടെ സഭ പണിയണം. ഇന്നും ഏതാണ്ട് 1.5 കോടിക്ക് വേറൊരു സഭ പണിയണം. വടക്കേ ഇന്ത്യയിൽ ഒരു സഭ പണിയണം. ദൈവത്തിന് ഈ വർഷത്തിന്റെ പ്ലാനിങ് വടക്കേ ഇന്ത്യ ചെയ്യണം. ഇങ്ങനെ എല്ലാ പ്ലാനിങ്ങും அப்படியே വലുതായിട്ട് റെഡി ചെയ്ത് ചർച്ചിന്റെ എല്ലാ ഭാഗങ്ങളും ആര് വന്നാൽ അത് കാണണം, കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവ അത്ഭുതം. പ്രാർത്ഥന തുടർന്ന് നടന്നുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്നവന്റെ ഭവനം, പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബം, പ്രാർത്ഥിക്കുന്നവന്റെ സന്തതി, പ്രാർത്ഥിക്കുന്നവന്റെ സഭ, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതം ഒന്നും നശിച്ചു പോകത്തില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. മറുപടി ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഭവനം പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം പ്രാർത്ഥിക്കുന്ന ജീവിതമായി മാറട്ടെ. ദൈവത്തോട് ഒത്തിരി ക്ലോസ് ആയി ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തോട് ചേരുക. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളെ അത്ഭുതമായി നടത്തും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ ഒരു 4 മാസത്തിന് മുന്നേ ഇവിടെ ഒരു മീറ്റിംഗ് വന്നു. ഒട്ടും വയ്യാതെ വന്നിരിക്കുന്നത്. എഴുന്നേൽക്കാനോ നിൽക്കാനോ ഒന്നും എനിക്ക് ശക്തിയില്ല. ആ സമയത്ത് ഒരു വീട്ടിൽ പോയി അവരുടെ വീടിന് ടൈൽസ് എല്ലാം മേടിച്ച്, ടൈൽസ് ഒട്ടിച്ചാൽ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ടൈൽസ് എല്ലാം വീട്ടിൽ ഇട്ട് കൊടുത്ത് പെയിന്റ് എല്ലാം അടിച്ച് ആ വീട്ടിലെ ആ വേലിയെല്ലാം കഴിഞ്ഞ ഉടനെ എല്ലാവരെയും വിളിച്ച് ഞാൻ എൻ്റെ സ്വന്തം ചെല്ല വിരുന്ന് ചെയ്തിട്ട്, പ്രൈസ് ദി ലോർഡ്, അടുത്ത ഞായറാഴ്ച ഈ ടൈൽസ് ഒട്ടുന്നവൻ്റെ വീട്ടിൽ വൈകിട്ട് പ്രാർത്ഥന വെച്ചിരിക്കുക. ഒത്തിരി പേര് കൂടും. അവർക്ക് ആഹാരം കൊടുക്കണം. ദൈവം കൊടുക്കും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവുമില്ല. അമേരിക്കയിൽ പോയി 5 ലക്ഷമോ 10 ലക്ഷമോ സമ്പാദിക്കുന്നതിനെക്കാട്ടിലും അധികമായി എൻ പിള്ളേരെ കർത്താവ് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഒരു മുട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല, ഒരു കുറവും എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം മതിയായവനാണ്. എൻ്റെ ദൈവം എനിക്ക് മാറാത്തവനാണ്. ധാരാളമായി കൊടുത്ത് ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കാണിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ദൈവത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ദൈവത്തോടൊരു കണക്ഷൻ നിങ്ങൾക്ക് വയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വൈകിട്ടത്തെ കൂട്ടത്തിൽ കൊടുക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ തലകീഴ മാറ്റാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ടത്തെ മെസ്സേജിൽ നിങ്ങൾ നേരത്തോടെ വരണം. എനിക്ക് സമയം തരണം. നിങ്ങൾ മറ്റുള്ളതെല്ലാം കുറച്ചിട്ട് എനിക്ക് സമയം ഇന്നും കൂടെ അങ്ങനെ ചോദിച്ചു പക്ഷേ തന്നില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പ്രസംഗിക്കാൻ സമയം വേണം. നാഗർകോവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പാസ്റ്റർക്ക് എത്രയും സമയം വേണം. നിങ്ങൾ എത്രയും സമയം കൊടുക്കുന്ന നിങ്ങൾക്ക് ലാഭം. നിങ്ങൾ സമയം കുറച്ചു കൊടുത്താൽ എനിക്ക് ലാഭം. മനസ്സിലായോ? എനിക്ക് നിങ്ങൾ സമയം കുറച്ചു 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചാൽ മതി. സമയം ഒത്തിരി തന്നാൽ നിങ്ങൾക്ക് ലാഭം. 2 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ക്ഷീണവും ഇല്ലാതെ പ്രസംഗിക്കും. ഒരു ടയർഡ് ദിവസം എത്ര മണിക്കൂറിലും പ്രസംഗിക്കാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കും. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനാലെ എല്ലാവற்றைയും ചെയ്യാൻ എനിക്ക് ബലനുണ്ട്. അങ്ങനെ ഇന്ന് വൈകിട്ടത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കാത്ത മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ആ മെസ്സേജിനോട് നിങ്ങൾ ആവലോടെ വരണം. മുടിഞ്ഞാൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ സെൽഫോണിൽ റെക്കോർഡ് ചെയ്യണം. ഇല്ലെങ്കിൽ നോട്ട്സ് ബുക്കിനകത്ത് നോട്ട് എടുക്കണം. തുടർന്ന് അതിൻപടി നിങ്ങൾ ജീവിക്കാൻ നിങ്ങളെ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ഈ തലപ്പിൽ ഈ ഹെഡിങ്ങിൽ തന്നെയാണ് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തീരുമാനം എൻ്റെ ഓട്ടം എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് ഏത് ലെക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പ്രാപിക്കാൻ പോകുന്ന കിരീടം എന്തോ കിരീടമാണ്, എൻ്റെ ലെക്ക് എങ്കിലും തകർന്നു പോകുമോ നശിക്കുമോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഒരു കാര്യം കൂടെ പറയട്ടെ. കാഞ്ചീപുരത്തിൽ വന്ന് ശുശ്രൂഷ ആരംഭിച്ചു. ഒരു വിശ്വാസിയില്ല, ഒരു വീടില്ല,
ഒരു വീട്ടിൽ കയറി പോകാൻ നമുക്ക് വീടില്ല. എൻ്റെ വൈഫ് കൊച്ചു വയസ്സാണ്, നല്ല കാണാൻ സ്റ്റൈലാണ്, കാതിലും കഴുത്തിലും ഒന്നുമില്ല. ഏത് രാത്രി അവളെ തൂക്കിക്കൊണ്ടുപോകും നമുക്ക് അറിയത്തില്ല. 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഫ്രീ KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, കിടക്കാൻ സ്ഥലമില്ല. റോഡിൽ കിടക്കണോ, കടത്തിനെ കിടക്കണോ, അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ തിന്നെ പോയി കിടക്കണോ. രാത്രി എനിക്ക് ഉറങ്ങമില്ല. ബസ് സ്റ്റാൻഡിൽ 4 ദിവസം കടന്നു. 4 ദിവസം ബസ് സ്റ്റാൻഡിൽ ഉറങ്ങാതെ ഞാൻ ഇരിക്കും. ആരെങ്കിലും നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുമെന്ന് കരുതിയിട്ട് ഉറങ്ങാതെ കിടക്കും. അങ്ങനെല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് ഇരിക്കുമ്പോൾ ഈ ശോധനയെല്ലാം ഞങ്ങൾ സഹിച്ചു. ഈ പരീക്ഷകളെല്ലാം ഞങ്ങൾ ജയിച്ചു. വർഷം തോറും ഞാൻ രോഗക്കിടക്കെ കിടക്കും. അതേ ഞങ്ങൾ സഹിച്ചു. അവസാനം എനിക്ക് വന്നൊരു പരീക്ഷ. എൻ്റെ 3ാമത്തെ കുഞ്ഞ് ഇതുപോലെ 4 ദിവസം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പേര് ജെസ്വിൻ ജെഫ്രസൺ. അസംബ്ലീസ് സ്ഥാപനത്തോടെ അന്നേക്കുന്ന സൂപ്രണ്ട് രാജാമണി, അതോടുകൂടെ ഫാദർ ബെക്മാൻസ്, ഇവങ്ങെല്ലാം വന്നാണ് ആ കുഞ്ഞിനെ പ്രതിഷ്ഠ ചെയ്തത്. അവൻ്റെ പ്രതിഷ്ഠയ്ക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ കൂടിയിരുന്നു. അവൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞു. 2 വയസ്സാകാൻ 6 ദിവസം ഉള്ളപ്പോൾ സഭയിൽ ഇതുപോലെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസത്തെ കൺവെൻഷൻ. ശനിയാഴ്ച 38 പേർക്ക് സ്നാനം കൊടുത്തു. ഉടനെ സെക്രട്ടറി വന്ന് പറഞ്ഞു, പാസ്റ്ററെ, നാളെ ഒരു 25 പേര് സ്നാനത്തിൽ റെഡിയാകുന്നുണ്ട്, വെള്ളം തുറന്നു വിടണ്ട, വെള്ളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച വെളുപ്പിന് 4 മണിക്ക് സർവീസ് ആരംഭിക്കുകയാണ്. ആ സർവീസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ വന്നു. അവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കരിക്ക് വെട്ടി കൊടുക്കണം. കരിക്ക് വെള്ളമേ കുടിക്കത്തുള്ളൂ രാവിലെ. ആ രാവിലെ വെളുപ്പിനെ ഒരു 3:30 മണിക്കെല്ലാം എഴുന്നേറ്റ് മൂത്ത ജ്യേഷ്ഠത്ത് പോയി ഈ കരിക്കും വാക്കത്തെയും കൊണ്ടുപോയി ഈ കരിക്ക് വെട്ടിത്തരുമ്പോൾ അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ചർച്ചിപ്പം. അവൻ പോയി. 2ാമത്തെ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അവനും പറഞ്ഞു, മോനെ ക്ഷമിക്കണോ, എനിക്ക് സമയമില്ല. അവനും പോയി. അടുത്ത് എൻ്റെ അടുത്ത് വന്നു. എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട്, പപ്പ എനിക്കിതൊന്ന് വെട്ടിത്തരണേന്ന് പറഞ്ഞു. 2 വയസ്സാകാൻ 6 ദിവസം. നല്ല വളച്ച്, നല്ല കാണാൻ നല്ല സ്റ്റൈലാണ് ചെറുക്കൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു, മോനെ മമ്മി നിനക്കത് ക്ലിയർ ചെയ്ത് തരും, എനിക്ക് സമയമില്ല, പപ്പ പോകുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഉമ്മ കൊടുത്ത് എൻ്റെ വണ്ടി മറയുന്ന വരയ്ക്ക് എനിക്ക് പ്ലെയിൻ കിസ് എല്ലാം കൊടുത്ത് തന്നെ അവൻ വിട്ടു. അതിനുശേഷം എൻ്റെ മമ്മി അവനെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം വിട്ട് അവിടെ നിർത്തുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മോൻ അവനെ എടുത്തുകൊണ്ട് ചർച്ചിൽ കൊണ്ടുവന്നു. എൻ്റെ വൈഫ് പുറകെ ഈ കരിക്ക് വെട്ടി ഒരു പാത്രത്തിൽ വെള്ളം, ഒരു പാത്രത്തിൽ ആ കരിക്കിൻ്റെ തേങ്ങ എല്ലാം എടുത്തുകൊണ്ട് ഇവൾ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് വന്നു, ചർച്ചിൽ വന്ന് എല്ലാം ഒന്ന് കയറി നോക്കിയിട്ട് നേരെ പോയി സ്നാനത്തൊട്ടി ഇറങ്ങി. കുഞ്ഞ് മരിച്ചുപോയി. കാഞ്ചീപുരത്തിൽ ശുശ്രൂഷ സാധാരണമായിട്ടുള്ളതല്ല. ഒരു മനുഷ്യനെയും കൊണ്ടും കാഞ്ചീപുരത്തിൽ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞിൻ്റെ ബോഡി കൊണ്ട് നിന്റെ അപ്പോൾ ഏതാണ്ട് 67 പോലീസ് അധികാരികൾ സഭയിലുണ്ട്. ഈ സ്നാനത്തൊട്ടി ചുറ്റി നിൽക്കുന്ന എല്ലാം പോലീസുകാരാണ്, ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ വെള്ളത്തിലിറങ്ങി മരിച്ചത്. അവൻ്റെ ബോഡി കൊണ്ട് എൻ്റെ കൈ തന്നു. ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ചു. അതിൻ്റെ തലേ ദിവസം രാത്രി മുഴുവനും എൻ്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിയത്. അവൻ്റെ അമ്മയുടെ കൂടെ കിടന്നില്ല, എൻ്റെ കൂടെ കിടന്ന് എൻ്റെ നെഞ്ചത്തിൽ നിന്ന് ഉറങ്ങിയ കുഞ്ഞ് പിന്നെ ഇങ്ങനെ കാണുന്നത്. അവൻ ചോദിച്ച കരിക്കിൻ്റെ വെള്ളം ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അമ്മ അത് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അമ്മ വന്നത് ശവത്തിൻ്റെ മുന്നേ ഇരിക്കാനാണ് വന്നിരിക്കുന്നത്. ആരെയും കൊണ്ട് ഇത് താങ്ങാൻ പറ്റും? ഈ ശുശ്രൂഷ സാധാരണമായുള്ള ശുശ്രൂഷ അല്ല. ഇത് ജീവിതത്തിനുള്ള മാർഗമല്ല. ഇത് സമ്പാദിക്കാനുള്ള മാർഗമല്ല. ഇത് പേരിനും പുകഴ്ചയ്ക്കും പട്ടത്തിനും പദവിക്കുമുള്ള ശുശ്രൂഷ അല്ല. ഇത് ദൈവരാജ്യം നിറയ്ക്കുന്നൊരു ശുശ്രൂഷ ആയിരിക്കണം. നരകം കാലിയാകണം, സ്വർഗം നിറയണം. ഈ തീരുമാനത്തോട് വേണം നമ്മൾ നിൽക്കാൻ. ആ ഓമന കുഞ്ഞ് മരിച്ചെൻ്റെ കൈ കൊണ്ട് തന്നിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തുവായത്? അപ്പോൾ ദൈവം പറഞ്ഞത്, നീ കരയരുത്, ആരെയും കരയിപ്പിക്കരുത്, അവനെ എനിക്ക് തന്നേര്, ഞാൻ നിനക്ക് 1000കണക്കിന് കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിനെ നനഞ്ഞ തുണിയോടെ താഴെ കിടത്തിയപ്പോഴത്തേനും കാട്ടുതീ പോലായി 1000കണക്കിന് ജനങ്ങൾ ഓടിക്കൂടി വന്നപ്പോൾ ഈ പ്രസംഗിക്കുന്ന ആളോട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രസംഗിച്ചാട്ട് ആരാധന തടസ്സം ചെയ്യരുത്. അങ്ങേര് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പറ്റത്തില്ല, എല്ലാവരും കല്ലെടുത്ത് എന്നെ അടിക്കും, ഞാൻ ഇവിടുന്ന് ഓടിപ്പോകേണ്ട സൂழ்நிലയാണ്, ഞാൻ എന്തുവാ പ്രസംഗിക്കേണ്ടത് നിങ്ങളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറയുന്നു, അവനല്ല ഇന്ന്, നീ വേണം പ്രസംഗിക്കാൻ. അപ്പോൾ ഈ 4 ദിവസം ഈ 3 ദിവസം ഞാനാണ് ഇവിടെ പാസ്റ്റർ പ്രസംഗിക്കത്തില്ല, അതിലുള്ള റെഡിയൊന്നും പുള്ളിക്കില്ല, പക്ഷേ ഞാനാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. അതുപോലെ ആ 4 ദിവസം ഈ മനുഷ്യനാണ് പ്രസംഗിക്കേണ്ടത്, പക്ഷേ പുള്ളി ഇല്ല, ഞാൻ പ്രസംഗിക്കണം. അപ്പോൾ ദൈവം പറഞ്ഞത്, ദൈവം കൊടുത്ത ഹെഡിങ്, അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഹെഡിങ്, ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീന്മ ചെയ്യത്തില്ല. തീന്മ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പാസ്റ്റർ? തിന്മ. ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്മ ചെയ്യത്തില്ല. ഈ ഹെഡിങ്ങിൽ ഞാൻ പ്രസംഗിക്കണം. എനിക്ക് എന്തുവാ ദൈവം ചെയ്തിരിക്കുന്നത്?
ഒന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുവാ ദൈവം ചെയ്തിരിക്കുന്നത്? തിന്മയാ ചെയ്തിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. ആണ് ദൈവം പറയുന്നത്, ദൈവം തിന്മ ചെയ്യത്തില്ലെന്ന് പ്രസംഗിക്കണം. ഞാൻ എഴുന്നേറ്റ് നിന്ന് 1.25 മണിക്കൂർ പ്രസംഗിച്ചു. അടുത്തത് സ്തോത്ര കാഴ്ച. ദൈവം പറയുന്നത് സ്തോത്ര കാഴ്ച എടുക്കരുത്, കുഞ്ഞിനെ സ്തോത്ര കാഴ്ച എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഇരിക്കുന്ന റെക്കോർഡിംഗ് സിസ്റ്റം ഏതാണ്ട് 12 പാട്ട് അവൻ്റെ പേരിൽ അവൻ മരിച്ചു കിടക്കുമ്പോൾ റെക്കോർഡിംഗ് ചെയ്തു. 12 പാട്ട് അവൻ്റെ പേര് വെച്ച് റെക്കോർഡിംഗ് ചെയ്തു. ഭയങ്കര ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്, തീ പോലുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നു, ഭയങ്കര വിടുതലാണ് നടക്കുന്നത്. പക്ഷേ ആരാധന ഞങ്ങൾ നിർത്തിയില്ല, ആരാധന തുടർന്ന് നടന്നു. അപ്പൊ ഈ മെസ്സേജ് കേട്ടപ്പോൾ അവിടെ ഇരിക്കുന്ന ചിലരെല്ലാം വെളിയിൽ നിന്ന് വന്നവർ പറഞ്ഞത്, ഇത് ഇവന്റെ കൊച്ചല്ല, എവിടുന്നോ പ്ലാറ്റ്ഫോറത്തിൽ നിന്നെടുത്തുന്ന കൊച്ചാണ്. ഈ തള്ള ഇങ്ങനെ കരയാതിരിക്കുന്നു, ഈ തന്ത ഇങ്ങനെ ഭയങ്കര ധൈര്യമായി പ്രസംഗിക്കുന്നു, അവന്റെ ചേട്ടന്മാർ രണ്ടുപേരും, ഒരുത്തൻ വലിയ ട്രംസ് വായിക്കുന്നു, ഒരുത്തൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരുടെ മുഖത്ത് ഒരു മരണത്തിന്റെ കലയില്ല, സഭയ്ക്കകത്തെല്ലാം ആരാധനയാ, ആരും കരയുന്നില്ല. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ടേബിൾ കടിട്ട് ക്ലാത്ത് ഇട്ടിട്ട് എഴുന്നേപ്പിച്ച് സ്തോത്ര കാഴ്ച പാട്ട് പാടി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് ദൈവത്തിന്റെ കയ്യിൽ. അവനെ കൊടുത്തതിന് ശേഷമാണ് ദൈവം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ദൈവം തന്നു, ദൈവം എടുത്തു. ஆனால் അതിന് പിற்പാടാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. ദൈവം നമുക്ക് ദോഷത്തിനായിട്ട് ഒന്നും ചെയ്യത്തില്ല. അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാ ലീഡേഴ്സും വന്നു. അസംബ്ലീസോട് സ്ഥാപനം നിങ്ങൾക്ക് അറിയാമായിരിക്കും, എത്രമാത്രം ശക്തമായി വളർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനം. എല്ലാവരും വന്ന് പറഞ്ഞത്, വർഗീസിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, അവന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്ന കുഞ്ഞ് ഇങ്ങനെ മരിച്ചത് കൊണ്ട് ഇനി അവൻ ശുശ്രൂഷിക്കത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ശുശ്രൂഷ ശോഭിക്കാൻ തുടങ്ങിയത്. യോബ് പറയുമ്പോൾ ഞാൻ പൊന്നെ പോലെ പൊന്നെ പോലെ പൊന്നെ പോലെ പുടമിടുന്നു. പുടമിട്ടതിന് ശേഷം ശുദ്ധமான പൊന്നായി കർത്താവ് വിളങ്ങ ചെയ്യുക. എത്രമാത്രം ശോധനകൾ, പ്രയാസങ്ങൾ, പാടുകൾ, കഷ്ടങ്ങൾ, പട്ടിണികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നോ അത്രയും നിങ്ങൾക്ക് നന്മയായിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. அதை അനുഭവിക്കാനുള്ള ത്രാണി നമുക്ക് വേണം, அதை സഹിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. നമ്മൾ പൊറുപൊറുക്കരുത്, മുറുമുറുക്കരുത്. കർത്താവേ നീ എന്ത് തന്നാലും ചോദ്യം ചോദിക്കാതെ സന്തോഷത്തോട് ദുഃഖത്തിന്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങണം, സന്തോഷത്തോടെ പാനം ചെയ്യണം, എന്തിനെന്ന് ചോദിക്കരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ മാറ്റുന്നത്. ദൈവം പറഞ്ഞു, ഉലകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, ദിടൻ കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വചനത്തെ നാം വിശ്വസിക്കണം, വചനത്തിൽ ആശ്രയിക്കണം. വചനം എന്ത് പറയുന്നു അത് നിങ്ങൾ കേൾക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ന്റെ 5 വേഗം ഒന്ന് വായിച്ചാട്ട്. യിരെമ്യാ 12-ന്റെ 5. എനിക്ക് ആരെങ്കിലും ഒരാളൊന്ന് തമിഴ് നന്നായിട്ടൊന്ന് വായിച്ചു കൊടുത്താട്ട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കഷ്ടമായിരിക്കും. ഓ, നല്ലൊരു ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ചോദിക്കുകയാണ് 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, നീ കാലാളുകളോട് ஓடும்போது உன்னை இளைக்க பண்ணினார்களானால் குதிரைகளோடு எப்படி சேர்ந்து ஓடுவாய்? ഓ ഹല്ലേലൂയ. കാലാളുകളോട് നിന്നോട് ഓടാൻ പറ്റത്തില്ലെങ്കിൽ നീ കുതിരകളോട് എങ്ങനെ ഓടും? കുതിരകളോട് ഓടി ജയിച്ച് ആരെങ്കിലും നമ്മുടെ ബൈബിളിനകത്തുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മോള് പറഞ്ഞതുപോലെ എല്ലാവരും വേദപുസ്തകം വായിക്കുന്നുണ്ട്. മോൾ എന്താ പറഞ്ഞേ? ഏലിയാ വന്നു അല്ല, എന്നാ മുന്നേ ഓടിയത് ആരാന്ന് പറഞ്ഞേ? ഏലിയാവ്. ഒരാമയും പറയാമോ? ഗന്ധീയ മന്ത്രിയും രഥത്തിൽ താൻ പോയത്. ഫിലിപ്പ് അവന്റെ കൂടെ ഓടി. ആ മന്ത്രിമാരെല്ലാം ഓടുന്ന രഥത്തിൽ കുറഞ്ഞത് 4 അല്ലെങ്കിൽ 6 കുതിരകൾ കാണും. ഇരിക്കുന്നതിൽ ശക്തി വായുന്ന സ്പീഡുള്ള കുതിരകളായിരിക്കും. ആ കുതിരയുടെ മിന്നൽ വേഗത്തിൽ ഫിലിപ്പ് ഓടിക്കൊണ്ടിരിക്കുക, എലിയാവ് ഓടിക്കൊണ്ടിരിക്കുക, അവന്റെ മുന്നേ ഓടുകയാണ്. അപ്പൊ എലിയാവ് ചൂരച്ചെടിയും കീഴെ ചാകാൻ കിടക്കുകയായിരുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏതോ ഒരു പെണ്ണ് എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എലിയാവ് എന്തോ വലിയ ദീർഘദർശിയാ, ഇവള് വലിയ പ്രവാചകനാണ്, എത്രമാത്രം ശക്തനാണ്. ആ മനുഷ്യനക്ക് ഏതോ ഒരു ചിന്ന പ്രയാസം വന്നപ്പോൾ പോതും കർത്താവേ, മതി കർത്താവേ, ഞാൻ ചത്തോളം ചൂരച്ചെടി കീഴെ പോയി കിടക്കുകയാണ്. 3 വിധமான ആഹാരം എലിയാവിന് ദൈവം കൊടുത്തു. 3 വിധமான ആഹാരം. ഒന്ന് വാനത്തിന്റെ അപ്പം, അത് കേരി താട്ടിലിരിക്കുമ്പോൾ അത് കഴിച്ച് സമയം വരുമ്പോൾ അവനക്ക് വിശപ്പ് വരും, ക്ഷീണം വരും. അതിനുശേഷം കൊടുത്ത ഭൂമിയുടെ അപ്പം സാരാബാത്തൂരിലെ വിധവയുടെ വീട്ടില്, അത് കഴിക്കുമ്പോൾ അവന് വിശപ്പ് വരും. 3ാമത് കൊടുത്ത സ്വർഗത്തിന്റെ അട. ഇവിടെ ഉണ്ടോ നിങ്ങൾ എല്ലാവരും? അവിടുന്ന് ഏതാണ്ട് മണം വരുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അല്ലേ? അത് ശോധന സഹിക്കുന്ന ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല ശ്രദ്ധിക്കണം. 3ാമത് കൊടുത്ത ആഹാരം എവിടുന്ന് വന്ന ആഹാരമാണ്?
സ്വർഗത്തിലൊന്ന് ആഹാരം, സ്വർഗത്തിൽ ചുട്ട അട അല്ലെങ്കിൽ ചപ്പാത്തി. ദൈവത്തിന് സ്തോത്രം. ചൂരച്ചെടിയും കീഴെ ചാകാൻ കിടക്കുമ്പോൾ അവിടുന്ന് ദൈവത്തിന്റെ ദൂതൻ വെള്ളവും അപ്പം കൊണ്ട് അവന് കൊടുക്കുകയാണ്. അപ്പോ വാനത്തിൽ നിന്ന് കാക്ക കൊണ്ട് കൊടുത്ത് കോഴിക്കാലും ആ നെയ്റോസ്റ്റ് എല്ലാം കഴിച്ചപ്പോൾ അവന് ക്ഷീണം വന്നു, വിശപ്പ് വന്നു. അവിടെ അമ്മയുടെ വീട്ടിൽ പോയി, വിധവയുടെ വീട്ടിൽ പോയി അപ്പം നിന്നപ്പോഴും വിശപ്പ് വന്നു, ക്ഷീണം വന്നു. പക്ഷെ ഈ അട തിന്നോൻ 40 ദിവസം ഓടാൻ തുടങ്ങി. ആരോട്? കുതിരകളോട് ഓടാൻ തുടങ്ങി. അപ്പൊ സ്വർഗത്തിന്റെ മന്ന, സ്വർഗത്തിന്റെ ആഹാരം കഴിക്കുന്നവന് ദൈവം ബലം കൊടുത്തോണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഈ കാലാളുകളോട് ഓടാൻ പ്രാപ്തിയില്ലാത്ത നീ എങ്ങനെ കുതിരകളോട് ഓടും? ദൈവം ചോദിക്കുകയാണ്. അപ്പൊ ഈ 58-ാമത്തെ വർഷം നമ്മുടെ അവസാനത്തെ ഈ ആരാധനയിൽ ഒരു തീരുമാനം എടുക്കണം. കർത്താവേ, എനിക്ക് ഈ ലോകത്തിൽ കുതിരകളോട് ഓടുവാൻ എന്റെ കാലുകളെ മാൻ കാലുകളാக മാറ്റണമേ. കുറച്ച് മുന്നേ ഇവിടെ വായിച്ചല്ലോ, കാണ്ടാമൃഗത്തിൻ കൊമ്പുകൾ കൊത്ത ബലൻ. ഇരിക്കുന്ന മൃഗത്തിലെ ഏറ്റവും ശക്തമായി ബലമുള്ള മൃഗമാണ് കാണ്ടാമൃഗം. അവന്റെ കൊമ്പിനെ കാട്ടിലും ബലം ദൈവം നിനക്ക് തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ എത്ര വയസ്സാണാലും അതിന്റെ ഇന്ന് വായിച്ച 92-ാം സംഘത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ പാസ്റ്റർ. അവർ മുതിർ വയതിലും കനി തരുന്ന പ്രൈസ് ലോർഡ്. അതിന്റെ 12-ാമത്തെ വാക്യം, നീതിമാൻ പനയെ പോലെ, തമിഴിലിങ്ങനെ, നീതിമാൻ പനയെ പോലെ സെഴിത്ത് ലേബനോനിലെ കേദ്രിക്കളെ പോലെ. നീ നീതിമാനായിരുന്നാൽ ഒരു പനയെ പോലെ അല്ലെങ്കിൽ കേദ്രുവെ പോലെ നീ വളരുമെന്ന് കർത്താവ് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവസാന വാക്യം എന്താ പറഞ്ഞത്? അവர்கள் മുതിർ വയതിലെ, അത് 90 വയസ്സോ 100 വയസ്സോ 200 വയസ്സോ 120 വയസ്സോ, അവർ മുതിർ വയതിലെ കനി തന്ന് പുഷ്ടിയും. ഈ നിൽക്കുന്ന റബ്ബറിന് ഒരു സ്റ്റേജ് ഉണ്ട്, അതിനുശേഷം ഇത് മുറിക്കും, പിന്നെ വേറെ റബ്ബർ തൈ വയ്ക്കും. ദൈവത്തിന് സ്തോത്രം ആണ്. ഇത് അങ്ങനല്ല. എത്ര വയസ്സാണ് അബ്രഹാമിന് കുഞ്ഞ് ജനിച്ചത് എപ്പോഴാ? 100-ാമത്തെ വയസ്സില്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഈ വയസ്സോ വരമ്പോ ഒന്നും പ്രശ്നമല്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളെ മുതിർ വയതിലും പുഷ്ടിയുള്ളവങ്ങളായി ദൈവം തമ്പുരാൻ മാറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് കൈ ഒന്ന് അനയ്ക്കോ? ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നല്ല ഒന്ന് കൈ ഒന്ന് ആശ്രയിച്ച് ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവം നിങ്ങളെ ദൈവം ചോദിക്കുകയാണ്, ഈ കാലാളുകളോട് ഓടാൻ പ്രാപ്തിയില്ലാത്ത നീ കുതിരകളോട് എങ്ങനെ ഓടും? അപ്പൊ കുതിരകളോട് ഓടണമെങ്കിൽ സ്വർഗത്തിന്റെ മന്ന പുഷിക്കണം, സ്വർഗത്തിന്റെ അപ്പത്തെ പുഷിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിൽ ദൈവം കൊടുക്കുന്ന മന്ന എന്തുവാ? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. മനുഷ്യൻ അപ്പത്തിനാൽ മാത്രമല്ല, ദേവന്റെ വായിൽ നിന്ന് ഒവ്വൊരു വാർത്തയിനാലും പിഴയ്ക്ക്. അനുദിനവും വേദപുസ്തകം വായിക്കണം, അനുദിനവും പ്രാർത്ഥിക്കണം, അനുദിനം ദൈവത്തോട് ഇരിക്കണം, അനുദിനവും ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ജോലികൾ, കാര്യങ്ങൾ എത്ര ബിസി ആയിരുന്നാലും എല്ലാത്തിന്റെ മധ്യയിലും നമ്മൾ കൃപയിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ നിൽക്കണം. ഹല്ലേലൂയ. ഒരു വസ്ത്രം മാറ്റി ഇട്ടുകൊണ്ട് പോകാനില്ലാത്ത സമയത്താണ് ദൈവം തമ്പുരാൻ ഇന്ന് 100 കണക്കിന് പേർക്ക് മേടിച്ചു കൊടുക്കാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നത്. ഒവ്വൊരു മാസവും ഫസ്റ്റ് ബുധനാഴ്ച എൻ്റെ ചർച്ചിൽ വന്നാൽ, എല്ലാ മാസവും ഫസ്റ്റ് ബുധനാഴ്ച എൻ്റെ ചർച്ചിൽ വന്നാൽ 120 പേരുകൾ അല്ലെങ്കിൽ 125 പേരുകൾ പാസ്റ്റേഴ്സ് നന്നായിട്ട് ആരാധിച്ചിട്ട് ആഹാരം കഴിക്കും. നിങ്ങൾ കാണാം. ആ 120 പേര് 125 പേര് വന്നാൽ എത്ര പേര് വന്നാലും അതിന് ഫുൾ ചെലവ് എൻ്റെ സ്വന്തം പൈസയാണ്, അത് സഭയുടെ പൈസയല്ല. എല്ലാ പാസ്റ്റർമാരും വരും. നിങ്ങൾ വീഡിയോ ഇട്ട് നോക്കിയാൽ കാണാം. ദൈവത്തിന് സ്തോത്രം. KPM MAG KPM നിട്ടാൽ, അതായത് MAG എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഏജ് ചർച്ച്, KPM சொன்னா കാഞ്ചിപുരം, MAG KPM നിട്ടാൽ എല്ലാத்தையும் നിങ്ങൾ കാണാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇത് വിളംബരത്തിക്ക് ഞാൻ പറയുന്നതല്ല. ഒരു നേരം അടുത്തവന്റെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിന് ആശപ്പെട്ട് എനിക്ക് ഇന്നേക്ക് മാസം തോറും ഇത്രയും പാസ്റ്റർമാർക്ക് ആഹാരം കൊടുക്കാൻ ദൈവം തമ്പുരാനെ ശക്തീകരിച്ചിരിക്കുകയാണ്. ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. ഇവിടുത്തെ ദൈവസഭ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. നമ്മുടെ സഭ വേറെ ആരോടും മേടിക്കുന്ന സഭയല്ല, മറ്റ് സഭയ്ക്ക് കൊടുക്കുന്നവരായി മാറ്റാൻ പോവാണ്. അങ്ങനെ ദൈവം നിങ്ങളെ മാറ്റാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനിപ്പോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രാർത്ഥന, ഇന്നലെ ഞാനും പാസ്റ്റർ ഒരിടത്തിൽ പറയത്തില്ല സ്ഥലം, ഞങ്ങൾ കാർ നിർത്തി ഒരു സ്ഥലത്തോട്ട് കൈ കാണിച്ചു, കർത്താവേ ഇത് തരണേന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാ തിരിച്ചു പോയത്. ദൈവത്തിന് സ്തോത്രം. എത്രയും പെട്ടെന്ന് കർത്താവ് നിങ്ങൾക്ക് ആ സ്ഥലം തരും. ഇനി അടുത്ത് ഞാൻ പറയുന്നത്, ഇവിടെ കൺവെൻഷൻ ഗ്രൗണ്ട് ഇരിക്കുന്നത്, നിങ്ങൾ ഇരിക്കുന്നിടത്തിൽ ഈ സഭ ഇങ്ങനെ വളരാൻ പോകുകയാണ്. കെട്ടിടം പണിയാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. കെട്ടിടം കർത്താവിന്റെ വരവ് താമസമെങ്കിൽ കൺവെൻഷന് വേറെ ഗ്രൗണ്ട് നോക്കണം. ഇത് വലിയ സഭയായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന സഭയായി ദൈവം മാറ്റാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ഞാനിവിടെ എപ്പോൾ വന്നാലും പീറ്റർ പാസ്റ്റർ എന്നെ അറിഞ്ഞാൽ, ഞാൻ വന്നതെന്ന് അറിഞ്ഞ ഉടനെ വിളിക്കും, അവിടെ പോകും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടം പോലെ പൈസ തരും, നന്നായിട്ട് ചോറ് തരും, വലിയ സഭയാണ്, എത്ര വേണേലും പ്രസംഗിക്കാം. പക്ഷേ എൻ്റെ ആഗ്രഹം, പീറ്റർ പാസ്റ്റർ ചിലപ്പോൾ ഇത് കേൾക്കുമായിരിക്കും, കേൾക്കട്ടെ, പീറ്റർ സഭ പോലെ ഇവിടുത്തെ പീറ്റർ സഭയും വളരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ പീറ്റർമാരും അതുപോലെ മാറണം. ഇതാ എൻ്റെ മനസ്സ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ്, അവരുടെ കാറ് എനിക്ക് യൂസ് ചെയ്ത്, വേറെ ആരുടെ കാറും എനിക്ക് യൂസ് ചെയ്യത്തില്ല. എനിക്കെല്ലാം എന്തൊക്കെ വേണോ അത്രയും മേടിച്ചു കൊടുക്കാൻ ജീവനായി സ്നേഹിക്കുന്ന പാസ്റ്ററാണ് പീറ്റർ പാസ്റ്റർ. പുള്ളിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ പോയി പ്രസംഗിക്കുന്ന ഒത്തിരി സന്തോഷമായിരിക്കും. പക്ഷെ എൻ്റെ ആഗ്രഹം പീറ്ററെ പോലെ ഇന്ന് പീറ്റർ എല്ലാം മാറണം. എല്ലാ സഭകളിലും ആയിരക്കണക്കിന് ജനങ്ങൾ, എല്ലായിടത്തിലും ട്രാഫിക് ജാം ആകണം. പോലീസുകാർ വന്ന് നമുക്ക് ട്രാഫിക് ക്ലിയർ பண்ணணும். നമ്മുടെ സഭയ്ക്ക് അത് നടക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അരുമനയിലും കർത്താവ് അത് ചെയ്യുവാൻ വല്ലവനാണ്. എവിടെല്ലാം നിങ്ങൾ സഭ വെച്ച സഭയെല്ലാം കർത്താവ് നിറയ്ക്കുവാൻ ശക്തനാണ്. പക്ഷെ നമ്മൾ ദൈവത്തോട് ഇരിക്കണം, ദൈവത്തിന് വേണ്ടി ഓടണം, ദൈവത്തിനോട് അധ്വാനിക്കണം. ദൈവബലം, ദൈവകൃപ, ദൈവശക്തി നമ്മൾ പ്രാപിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഇന്ന് എത്ര പേര് ടോട്ടൽ മാക്സിമം എത്ര പേര് കാണും? ഇപ്പൊ ഇവിടെ എത്ര പേര് കാണും? 300 പേര്, 350 തോരായ്മ ഒരു 350 പേരെന്ന് പാസ്റ്റർ പറയുന്നത്. ഈ 350 പേര് ഈ വരുന്ന ഡിസംബർ മാസം 25-അകത്ത് ഒരാളെ കൊണ്ടുവന്നാൽ എത്ര പേര് വരും? 700 പേരായി. അടുത്ത 700 പേർ അടുത്ത ഡിസംബർ 25-നുള്ള ഒരാളെ കൊണ്ടുവന്ന് എത്ര ആകും? 1500. 1500 പേര് അടുത്ത വർഷത്തില് ഒരാളെ കൊണ്ടുവന്നാൽ അടുത്ത ക്രിസ്മസിന് എത്ര ആകും? അപ്പൊ ഈ ഗ്രൗണ്ട് നമുക്ക് കിട്ടുമോ? എന്നാ നിങ്ങളെല്ലാം മിണ്ടാതിരിക്കുന്നത്? ഞാൻ അടുപ്പിനകത്ത് വെള്ളം ഒഴിക്കാൻ പറയാൻ പോവാ, ചോറ് കൊടുക്കണ്ടെന്ന് പറയാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് ചോദിക്കുന്നത്? ഈ സ്ഥലം മുഴുവനും വിശാലമായി, ഇന്നലെ ഞാൻ കൈനീട്ടി പ്രാർത്ഥിച്ച സ്ഥലവും അടുത്ത കൺവെൻഷൻ ആ ഗ്രൗണ്ടിൽ വേണം നടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വലിയ കെട്ടിടം കെട്ടിയിട്ട് ഞാൻ ഇന്നലെ കൈനീട്ടി പ്രാർത്ഥിച്ച ഗ്രൗണ്ടാണ് നമുക്ക് ദൈവം കൺവെൻഷൻ തരാൻ ദൈവത്തോട് ചോദിച്ചിരിക്കുക. സ്വർഗത്തിൽ എൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പാണ്ടിച്ചേരി ആസീർ പാസ്റ്റർ ചർച്ചിക്ക് പോയി. 7000 പേര് ആരാധിക്കുന്ന സഭ പാണ്ടിച്ചേരി ആസീറിലുള്ള ചർച്ച്. കാർ പാർക്കിംഗ് സ്ഥലമില്ല. പക്കത്തൊരു 3 ഏക്കർ സ്ഥലമുണ്ട്, അവൻ കൊടുക്കത്തില്ല. രാത്രി 1:30 മണിക്ക് ഞാനും പാസ്റ്ററും പോയി ആ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. 30ാമത്തെ ദിവസം ആ ചർച്ചിന്റെ സ്വന്തക്കാരൻ വന്ന് നീ ചോദിക്കുന്ന വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞ് കൊടുത്തേച്ച് പുള്ളിക്കാരൻ പോയി. ഉടനെ അടുത്ത് ഞാൻ പോയത് അത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ് പോയത്. ഇവിടെ ഇപ്പൊ പീറ്റർ പാസ്റ്റർ ചർച്ചിൽ പോയപ്പോൾ ഇപ്പൊ പണിതിരിക്കുന്ന എത്രായിരം പേര് ആരാധിക്കുന്ന സഭ അടുത്തിപ്പോ ഒരു 4 ഏക്കർ നോക്കിയിരിക്കുക. പാസ്റ്റർ പ്രാർത്ഥിച്ചോണേ നമുക്ക് ആ 4 ഏക്കർ മേടിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 ഏക്കറിൽ നിന്ന് പ്രാർത്ഥിച്ച പാസ്റ്ററാണ്. முதல்ல ഇരുന്നത് ഒരു ആലുമരത്തിന്റെ ചുവട്ടിൽ, രണ്ടാമത് 40 രൂപ വാടകയ്ക്ക് ഒരു വീട്ടിൽ ഡി മോഹൻ ഇരുന്നത്. അതിനുശേഷമാണ് ചിന്നമലയിൽ ഒരു ചർച്ച് കെട്ടിയത്. അവിടെ ഏതാണ്ട് 60,000 പേര് ആരാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സഭ പോകാതാണ് ഇപ്പോൾ 45 ഏക്കർ വാങ്ങി സഭ പണിയുന്നത്. ദൈവം തമ്പുരാൻ ചെയ്യുമോ? ഒരു വീട്ടിലും മോഹൻ പോകുന്നില്ല, ഒരു വീട്ടിലും മോഹൻ പോയി പ്രസംഗിക്കുന്നില്ല, ഒരു ഗ്രാമത്തിലും മോഹൻ പോകുന്നില്ല. അവരുടെ സഭയിൽ കഴിഞ്ഞ 60ാമത്തെ ബർത്ത്ഡേ, മോഹൻ പാസ്റ്റർ 60ാമത്തെ ബർത്ത്ഡേ ഒരാൾ വന്ന് പറഞ്ഞത്, പാസ്റ്റർ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവരും, നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അവർ ചോദിച്ചു എന്തുവാ ഗിഫ്റ്റ് എന്ന് ചോദിച്ചു. അന്ന് കണ്ടാൽ മതി, ഇപ്പം ഞാൻ പറയത്തില്ല, കൊണ്ടുപോകാന്ന് പറഞ്ഞു. 60 പേരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരാള് സ്നാനം കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെയാണോ ആമീൻ പറയുന്നത്? നിങ്ങൾക്ക് ബർത്ത്ഡേ എന്നാ എത്ര വയസ്സായിപ്പോ? 43, 43. കൊച്ചു മോനാ. കർത്താവിന് സ്തോത്രം. എൻ്റെ മൂത്ത മോന്റെ വയസ്സ്, അവന് 42 തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങളുടെ അടുത്ത ബർത്ത്ഡേക്ക് 44 പേരെ ഒരാൾ കൊണ്ടുവരും. എന്തിനാ കൊണ്ടുവരുന്നത്? ബിരിയാണി കഴിക്കാനല്ല, ജ്ഞാനസ്നാനം. പാസ്റ്റർ മോഹന്റെ 60ാമത്തെ ബർത്ത്ഡേയിൽ ഒറ്റയാള് 60 പേരെ സ്നാനത്തിൽ കൊണ്ടു കൊടുത്തിരിക്കുക ഗിഫ്റ്റ്. പാസ്റ്റർ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അന്ന് പാൽത്തങ്കയ വലിയ എത്രയോ ലക്ഷത്തിന്റെ ഒരു കാർ മേടിച്ച് പുള്ളി ഗിഫ്റ്റ് കൊടുത്തു. പക്ഷെ പാൽത്തങ്കയുടെ മൂക്ക് ഉടച്ച ഇവൻ. 60 പേരുടെ വില എന്തുവാ? 60 ഒരാത്മാവിന്റെ വില ഈ ലോകത്തെ മുഴുവനെയും കൂടി മേടിക്കാനും പറ്റത്തില്ല. അതുപോലത്തെ വിലയാണ്. അങ്ങനെയല്ല 60 പേരുടെ വില എന്നാ? പാൽത്തങ്കയ കൊടുത്ത കാറിന്റെ വില എന്തുവാ? ഒന്നുമില്ല. ഇവൻ കൊടുത്തതാണ് വിലയുള്ളത്. വില മതിപ്പിട മുടിയാതെ മുത്തുക്കൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ അയലോക്കത്തുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. നിന്റെ മാതാവോ പിതാവോ നിന്റെ സഹോദരങ്ങളോ സഹോദരികളോ നിന്റെ ഭർത്താവോ കുഞ്ഞുങ്ങളോ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീ അവരെ കൊണ്ടുവരണം. അവർക്ക് വേണ്ടി മുട്ടുമടക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്. ഞാൻ ഒരു വീട്ടിലും വിസിറ്റിംഗ് പോകുന്നില്ല, ഒരു ഭവന സന്ദർശനം ഞാൻ പോകുന്നില്ല, ഒരു ഗ്രാമത്തിന് ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജനങ്ങളാണ് സഭയ്ക്ക് ആൾക്കളെ കൊണ്ടുവരുന്നത്.
അതവിടെ കൗണ്ടറിൽ കാണും. കൗണ്ടറിൽ വരുന്നവരുടെ എല്ലാം പുതിയതായിട്ട് പേര് അവരവിടെ പതിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആര് കൊണ്ടുവരുന്ന അവരുടെ പേര് കാണും. അധികമായിട്ട് ആര് കൊണ്ടുവന്ന ഡിസംബർ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ പ്രൈസ് ദി ലോർഡ്. അവരാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സഭ അങ്ങനെ മാറണം. ഞാനൊരു ചെറിയ കാര്യം പറയാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാള്, ഇപ്പൊ സപ്പോസ് ഇവിടെ ആരെങ്കിലും സഹോദരിമാർ ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയൊത്തി കാണിച്ച്. ഭർത്താവ് രക്ഷിക്കപ്പെടാത്തവർ ഒരു നല്ല ഉയർത്ത് കുഞ്ഞ്. ആ കുഞ്ഞിനോട് ഞാൻ പറയാണ്, നിന്റെ എന്നെ നോക്കി കുഞ്ഞൊന്ന് എഴുന്നേറ്റ് നിന്ന്. ഇവിടെ ഒരുത്തിയുണ്ട്. ഓക്കെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മുന്നിൽ നിൽക്കുന്ന സഹോദരിയോട് പറയുന്നത് പച്ചസാരി. ഓക്കെ, പേരറിയത്തില്ല, അതുകൊണ്ട് പച്ചസാരി എന്ന് പ്രവചിച്ച് പറയുന്നത്. എൻ്റെ പ്രവചനം ഇങ്ങനെ: പച്ചസാരി, ചുമന്ന സാരി. കർത്താവിന് സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുമോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങളിരിക്കും. മോളെ, നിന്റെ ഭർത്താവിൻ്റെ തലയിൽ വെച്ച് നീ കൈവച്ച് പ്രാർത്ഥിക്കും. നീ എഴുന്നേറ്റ് നേട്ടെ. ആ പെങ്കൊച്ച്, നിന്റെ ഭർത്താവിൻ്റെ തലയിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സമ്മതിക്കുമോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തോ ചെയ്യണോ? നിന്റെ ഈ കൈക്കകത്ത് ഒരു വിരൽ എടുക്കണം. എന്നെ ശ്രദ്ധിക്കണോ എല്ലാവരും? ഈ വിരലെടുത്തിട്ട് ഭർത്താവിൻ്റെ പേര് ഈ വിരലിൽ വെക്കണം. ഭർത്താവിൻ്റെ പേര് ഈ വിരലിൽ വെച്ച് നല്ല മുറുക്കി പിടിച്ച് ഒരു ദിവസം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവൻ്റെ തലയിൽ നീ പോയി കൈവച്ചാൽ നിന്റെ പല്ലെല്ലാം അവൻ അടിച്ചുടയ്ക്കും, കൈയെല്ലാം അടിച്ചുടയ്ക്കും. പക്ഷേ അവൻ്റെ പേരിപ്പോൾ എതിലായിരിക്കുന്നത്? നിന്റെ വിരലിലാണ്. ആ വിരലങ്ങോട്ട് പിടിച്ച് നിന്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞ്, കർത്താവേ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം കൊണ്ട് പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച് ഒരു 30 ദിവസം പ്രാർത്ഥിച്ച് നോക്ക്. 31-ാമത് ദിവസം അവൻ നിന്റെ മുന്നേ വേദവസം എടുത്തുകൊണ്ട് ചർച്ചിലോട്ട് വരും. വിശ്വാസമുള്ള ജപം. നീ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാം. നിങ്ങളുടെ അയലോക്കത്തുള്ളവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഞങ്ങളുടെ വീട്ടിൽ വരുന്നതെല്ലാം ഹിന്ദുക്കളാണ്. ജോലി ചെയ്യാൻ വരുന്നവർ, ദൈവത്തിന് സ്തോത്രം. അവർ ഉടനെ രക്ഷിക്കപ്പെടുന്നു, ഉടനെ സ്നാനപ്പെടുന്നു, ഉടനെ ശുശ്രൂഷയിലേക്ക് അവർ പോകുന്നു. ദൈവം അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചു നോക്ക്. ഈ 12 മാസത്തിനകത്ത് ഒരാളുടെ പേര് നിങ്ങളുടെ വിരലിന് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ സ്നേഹിക്കുക. ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ ഒരു വെഡിങ് ഡേ ഫംഗ്ഷനോ ഏതെങ്കിലും അവരെ വിരുന്നുകാർ പോലെ അവരെ പോയി വിളിച്ച് കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾ അങ്ങോട്ട് നിർത്തുമ്പോൾ പാസ്റ്റർമാർ കൊടുക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അടുത്ത് നിങ്ങൾ വിളിക്കാതെ തന്നെ അവർ ചർച്ചയ്ക്ക് വരാൻ തുടങ്ങും. വിളിക്കാതെ തന്നെ നിങ്ങളുടെ കൂടെ ആരാധിക്കാൻ തുടങ്ങും. അടുത്തവർ സ്നാനത്തിന് വേണ്ടി സമർപ്പിക്കും. എത്ര പേര് സന്തോഷമായിരിക്കുന്നു? ഇന്നലെ ഞാൻ കണ്ട് പാസ്റ്റർ അമ്മയുടെ അടുത്ത് ഓടി ഒരാൾ വന്നിട്ട്, ഞാൻ നാളെ സ്നാനപ്പെടാൻ പോവാ, എൻ്റെ പേര് ഞാൻ തരിക എന്ന് പറഞ്ഞൊരു സഹോദരി ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ ഓടി വന്ന് പാസ്റ്റർ അമ്മയോട് വിളിച്ച് പറയാണ്, ഞാൻ സ്നാനം. അതുപോലെ അമ്മയുടെ അടുത്ത് ഒത്തിരി പേര് വരാൻ പോവാ, മോൻ്റെ അടുത്ത് ഒത്തിരി പേര് വരാൻ പോവാ, മോൻ്റെ അടുത്ത് ഒത്തിരി പേര് വരാൻ പോവാ. എനിക്ക് സ്നാനം വേണം, എനിക്ക് എൻ്റെ കർത്താവ് വേണം. എനിക്ക് ഒന്നും ഈ ലോകത്തിൽ വേണ്ട. ഞാൻ ചത്താലും കുഴപ്പമില്ല, എല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ദൈവം നമ്മുടെ സഭയെ മാറ്റുമോ മാറ്റത്തില്ലയോ? ഒന്ന് പറഞ്ഞാട്ടെ. ഇതിനകത്ത് എത്ര പേര് ഇന്ന് ആരാധിക്കാൻ പറ്റും പാസ്റ്ററെ? 250 പേരിരിക്കാൻ പറ്റത്തില്ല. 200 കഷ്ടം. നെരുങ്ങിയിരുന്ന 200 പേര്. ഇത് മൊത്തം നമ്മൾ കെട്ടുകയാണെങ്കിൽ ഇതോടെ ചേർത്ത് പണിതാ. ഒന്ന് വേഗം പറ. 1000 ഇവിടെ 1500 പേരിരിക്കാന്ന് പറയുന്നത്. 1500 പേര് വരുമെന്ന് വിശ്വസിക്കണം. കൈയെത്തി അല്ലല്ലേ പറഞ്ഞിട്ട്. ഈ അല്ലയിലേക്ക് ഒരുത്തൻ വന്നവനും കൂടെ അങ്ങ് പോകും, ഉള്ളവനും പോകും. ശബ്ദമായിട്ട് പറഞ്ഞാട്ടെ. സ്വർഗം ഇത് അംഗീകരിക്കുക. സ്വർഗത്തിൽ ഇപ്പൊ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. സ്വർഗത്തിലെ റെക്കോർഡിൽ എഴുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒത്തിരി കണ്ണീരുണ്ട്. പറഞ്ഞല്ലോ, എൻ്റെ താത്ത, എൻ്റെ അപ്പൻ, ദൈവത്തിന് എൻ്റെ അമ്മ, അവരുടെ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാനൊരു ചെറിയ തുണിപ്പൈ എടുത്തുകൊണ്ട് ഇവിടെ വന്നേന്ന്. കിടക്കാൻ ഒരു പായില്ലായിരുന്നു, ഇരിക്കാൻ ഒരു കൊരണ്ടിപ്പലക ഇല്ലായിരുന്നു, കഴിക്കാൻ കഞ്ഞിയില്ലായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് വേണ്ട, ഈ ചോറ് കഴിക്ക്, ഇത് വേണ്ട, ഇത് കുടിക്ക്, ഇത് വേണ്ട, അവിടെ കിടക്ക്, അത് വേണ്ട. അങ്ങനെ പറയുന്ന രീതി കർത്താവ് മാറ്റിയിരിക്കുന്ന അമ്മേ. ആ ദൈവം നമ്മളെ മാറ്റുമോ മാറ്റത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. താത്ത എത്രയോ നാൾക്കൽ പട്ടിണി കിടന്നിരിക്കും, അപ്പൻ എത്രയോ നാൾക്കൽ പട്ടിണി കിടന്നിരിക്കും. ആണ് ഇന്ന് മോനെ പട്ടിണിയായിട്ട് ദൈവം വെക്കുന്നില്ല. അവന്റെ തലമുറയെ ദൈവം ഒരു നാളും പട്ടിണിയാ വയ്ക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കർത്താവ് അനുഗ്രഹിക്കുന്നതല്ലാതെ നമുക്കൊരു ദോഷവും ദൈവം ചെയ്യത്തില്ല. ഞാൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ നടന്നാണ് പോയത്. പിന്നീട് വാടക സൈക്കിളിൽ പോയി. പിന്നീട് സ്വന്തം ഒരു BSc സൈക്കിൾ മേടിച്ചു. അതിനുശേഷം ഒരു TVS മേടിച്ചു. അതിനുശേഷം ഒരു സ്കൂട്ടർ മേടിച്ചു. ഇന്ന് ഞാൻ വെച്ചിരിക്കുന്ന കാർ നിങ്ങൾ കണ്ടാൽ ഭ്രമിച്ചു പോകും. ആണ് എൻ്റെ മക്കൾക്ക് സെപ്പറേറ്റ് കാറ്. ഇന്ന് അമ്മാർ ഇവിടുന്ന് അങ്ങോട്ട് 2 അടി പോകണമെങ്കിൽ കാറിലേ പോകത്തുള്ളൂ. പക്ഷേ ഞാൻ ചെയ്തത് അങ്ങനല്ല.
ഞാനെന്നാ ഒരു വിഷയം പറയാം. താത്തായുടെ ശുശ്രൂഷയും പപ്പായുടെ ശുശ്രൂഷയും അപ്പോസ്തോല ശുശ്രൂഷ. എന്റെ പൊന്നുമോന്റെ ശുശ്രൂഷ അപ്പൻ സ്ഥാന ഊഴിയമായി ഇരിക്കരുത്. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൻ സ്ഥാനവും അപ്പയുടെ സ്ഥാന ഊഴിയം അത് വേറെ, അപ്പോസ്തോല ഊഴിയം വേറെ. ഈ അപ്പോസ്തോല ഊഴിയം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് നമ്മളെ മാറ്റുന്നത്. അപ്പോസ്തോലൻ പട്ടിണി കിടക്കാൻ തയ്യാറാ, അടി മേടിക്കാൻ തയ്യാറാ, റോഡിൽ കിടക്കാൻ തയ്യാറാ, എന്തോ തീക്കകത്ത് കൊണ്ടിട്ടാലും അവൻ പേടിക്കത്തില്ല. അപ്പോസ്തോലൻ. അപ്പോസ്തോല ഉപദേശം വേറെ, ഊഴിയങ്ങൾ വേറെ, അപ്പാസ്ഥാന ഊഴിയങ്ങൾ വേറെ. എന്റെ പിള്ളേർ ചെയ്യുന്ന അപ്പാസ്ഥാന ഊഴിയമാണ്, അപ്പോസ്തോല ഊഴിയമല്ല. അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവന്റെ തലമുറയിലെ ഇവൻ വരുമ്പോഴത് അപ്പോസ്തോല ഊഴിയത്തിന്റെ ആവശ്യമില്ല, അപ്പാസ്ഥാനം മതി. ഇങ്ങനെ തലമുറയായി കർത്താവ് കൊണ്ടുപോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കുന്ന ഒത്തിരി ഇഷ്ടം. കാരണം പാസ്റ്റേഴ്സ് എല്ലാം ഉരുവാക്കണം, എല്ലാവരും ശക്തി പ്രാപിക്കണം. എല്ലാ പാസ്റ്റർമാരും ശരിയായിട്ട് കൊണ്ട് എഴുന്നേറ്റാൽ നമ്മുടെ ഇന്ത്യ യേശുവിന് സ്വന്തമായി മാറും. നമ്മുടെ ഗ്രാമങ്ങളെല്ലാം യേശുവിന് സ്വന്തമായി മാറും. നമ്മുടെ പട്ടണങ്ങളെല്ലാം യേശുവിന് സ്വന്തമായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശപ്പ അത് ചെയ്യുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നു? ഇവിടെ അടുത്ത് സൂര്യകോട് എന്നൊരു സ്ഥലം, സൂര്യകോട്, അവിടെ 3 ദിവസത്തെ കൺവെൻഷൻ ഡേറ്റ് കൊടുത്തു. അപ്പൊ എല്ലാ പാസ്റ്റർമാരും എന്ന് പറഞ്ഞ് അത് ക്യാൻസൽ ചെയ്യ്, പാസ്റ്റർ അവിടെ പോയാൽ ജീവനോടെ തിരിച്ചു വരത്തില്ല, അമ്മ വെട്ടി പാസ്റ്റർ പീസായി കൊന്നു കളയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഡേറ്റ് കൊടുത്തു. അവിടെ പോകുമ്പോൾ എൻ്റെ കാറ് ആ മീറ്റിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്തോട്ട് പോയി വലിയ മരത്തെ വെട്ടി റോഡ് മറച്ചിരിക്കുക, പിള്ളേർ വണ്ടി പോകത്തില്ല. ഞാൻ കാറിനകത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ മഴയില്ല, സൂര്യകോട് ഗ്രൗണ്ടിൽ മഴയില്ല, ചുറ്റി ഞങ്ങൾ പകൽ വണ്ടി ഓടിച്ച് ലൈറ്റ് ഇട്ടുണ്ടോ വണ്ടി, അതുപോലത്തെ മഴ. ഗ്രൗണ്ടിൽ പോയി നോക്കിയാൽ ഒരു ചാറൽ പോലും ഗ്രൗണ്ടിലില്ല. ഗ്രൗണ്ട് നിറയെ ജനങ്ങളുണ്ട്, പാട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ കാറ് പോകാതിരിക്കുന്നതൊക്കെ മരം വെട്ടിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ഈ കാവി തുണ്ടുടുത്തത് 5-6 പിള്ളേർ അവിടെ നിൽക്കുക, അമ്മാരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ അടിക്കാൻ നിൽക്കുക അമ്മാർ. ഞാനവിടെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. അവസാനം ഞാൻ കാറിനകത്ത് ലൈറ്റ് ഇട്ട് മക്കളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അമ്മാർ ഓടി വന്നു. ഈ തടി അങ്ങോട്ട് മാറ്റിക്കുക, എൻ്റെ വണ്ടി അങ്ങോട്ട് പോകണം. എൻ്റെ കൂടെ വന്നവർ ഗിരിജ എங்கே இருக்கிற கரெக்டாக நான் சொல்றது, இவங்க அவங்க அக்கா நிறைய பேர் அவங்க ஃபேமிலி எல்லாரும் എൻ്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മാർ വേഗം ആ മരത്തെ മാറ്റി എൻ്റെ കാർ അങ്ങോട്ട് വിട്ടു. ഞാൻ അവിടെ 3 ദിവസം പ്രസംഗിച്ച് എൻ്റെ ഫസ്റ്റ് ദിവസം പ്രസംഗിച്ച് രാവിലെ എഴുന്നേറ്റ് ഒരു ഉപവാസ പ്രാർത്ഥന അവിടെ നടത്തിയിട്ട് അവിടെ 100 അടി നീട്ട് 50 അടി അകലത്തിലെ പെയ്ത്തോം പണിയാൻ വേണ്ടി കുറ്റി അടിച്ചു. ആ സ്ഥലം ദൈവത്തെ അലങ്കരിക്കുന്നതും ആനകളെ അലങ്കരിക്കുന്ന പക്കത്തിലിരിക്കുന്ന അമ്പലത്തിന് വേണ്ടി ഈ സ്ഥലത്തിൽ വെച്ചാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത്. ആ സ്ഥലത്ത് ഞാൻ കുറ്റി അടിച്ചു. മീറ്റിംഗ് എല്ലാം സക്സസ് ആയി കഴിഞ്ഞു. ഞാൻ തിരിച്ചുപോയി. ഈ പിള്ളേർ പറയാണ്, ഇനി ഒരു 4 ദിവസം കൂടി പ്രസംഗിക്കുകയാണെങ്കിൽ മുഴു ചെലവ് ഞങ്ങൾ എടുത്തോളാം. ആര് പറയാണ്? എന്നെ കൊല്ലാൻ വേണ്ടി നിന്ന പിള്ളേർ, എനിക്ക് മരം വെട്ടി റോഡ് അടച്ചവന്മാർ, മീറ്റിംഗ് അടിച്ച് തകർക്കാൻ വന്നവന്മാർ. ഒരു മീറ്റിംഗ് അവിടെ ഇതുവരെയ്ക്കും നടത്തിയിട്ടില്ല, ഒറ്റ മീറ്റിംഗ് പോലും നടത്തിയിട്ടില്ല. അവിടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, മക്കളെ എനിക്കിപ്പോൾ സമയമില്ല. പിറ്റേ ദിവസം അവന്മാർ എനിക്ക് ഷെൽഫോണിൽ വേഗം എടുത്ത് അയക്കുക, അങ്കിൾ ഇത് കണ്ടോ, ഇന്നലെ വരയ്ക്ക് ഇവിടെ മഴയില്ല, ചുറ്റി മഴയായിരുന്നു, അങ്കിളിന്റെ കാർ അങ്ങോട്ട് പോയപ്പോൾ ആരംഭിച്ച മഴയാ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. ഈ ചർച്ചിന്റെ ഡെഡിക്കേഷൻ വരുമ്പോൾ എല്ലാ ചെലവും ഞങ്ങൾ നോക്കിക്കോളാം. പ്രൈസ് ദി ലോർഡ്. യേശുപ്പ ചെയ്യുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ എതിരിയെ കൊണ്ട് ദൈവം നിനക്ക് അത്ഭുതം ചെയ്യും. നിന്റെ ശത്രുവിനെ കൊണ്ട് കർത്താവ് നിനക്ക് അത്ഭുതം ചെയ്യും. നിന്നെ നശിപ്പിക്കാൻ വരുന്നതിനെ കൊണ്ട് ദൈവം നിനക്ക് അത്ഭുതം ചെയ്യും. കർത്താവ് സർവശക്തനാണ്. 5 മാസത്തിന് ശേഷം ഞാൻ വന്ന് ആ ചർച്ച് പ്രതിഷ്ഠ ചെയ്തു. അവന്റെ പേരെന്നാ മക്കളെ? അജികുമാർ. ദൈവത്തിന് സ്തോത്രം. അജികുമാർ ആ പാസ്റ്റർ പേര്. ദൈവം ചെയ്യുമോ? എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം ചെയ്യുമോ? എത്ര പേര് വിശ്വസിക്കുന്നു? കാപ്പിക്കാടിലെ ഒരു RSSന്റെ ലീഡർ ഏതാണ്ട് 300-ലധികം പേരെ ട്രെയിനിങ് കൊടുത്ത് RSSലെ കയറ്റി വെച്ചിരിക്കുന്ന ഒരാള് ആഗസ്റ്റ് 15 അവന്റെ വീട്ടിന്റെ മുറ്റത്തിൽ ദേശീയ കൊടി കയറ്റാൻ എന്നെ വിളിച്ചിരിക്കുക. അവിടെ ആരും പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി പ്രസംഗിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. അവന്റെ കുടുംബം ഇന്ന് യേശുവിനെ ആരാധിക്കുക. നിങ്ങളുടെ ദേശത്ത് നടന്ന ഈ പറയുന്നത്, ക്രിസ്ത്യാനിയെ കണ്ടാൽ വെട്ടുന്നോൻ, ക്രിസ്ത്യാനിയെ കണ്ട ഓടിച്ചിട്ട് അടിക്കുന്നോൻ, ക്രിസ്ത്യാനിയുടെ ദൈവസഭ കണ്ടാൽ തീയിട്ട് കൊളുത്തുന്നോൻ ഇന്ന് ദൈവത്തെ ആരാധിക്കുക. അവൻ പോകുന്ന ചർച്ചിൽ എല്ലാ ഞായറാഴ്ച അവന്റെ ചെലവാണ് ആഹാരം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർ നമ്മുടെ സഭയിലോട്ട് വരാൻ പോവുക.
ദൈവം തന്നെ കൊണ്ടുവരും. കൊടുക്കുന്ന ആൾക്കളിലൂടെ വരാൻ പോവാ. പാളയംകോട്ടയിലെ കഴിഞ്ഞ മാസം പ്രസംഗിച്ച ശേഷം 12 ഡോക്ടേഴ്സ് ഫാമിലികളാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞെങ്കിൽ 12 ഡോക്ടേഴ്സ് ഫാമിലികൾ, സാധാരണ ആൾക്കളൊന്നും അല്ല അവിടെ വന്നിരിക്കുന്നത്. 45 പേരിലെ 12 ഫാമിലി വന്ന് ഡോക്ടേഴ്സിന്റെ ഫാമിലി സ്നാനപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വലിയ വലിയ ഡോക്ടർമാർ വരാൻ പോവാ, വലിയ വലിയ കമ്പനി ഓണേഴ്സ് വരാൻ പോവാ, വലിയ വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത് ചെയ്യുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. നിശ്ചയമായി മാറി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? ആ സഹോദരൻ ധർമ്മ അവൻ ഏതേൻകാരൻ കെട്ടിയിരിക്കുന്ന വീട് പോയി നിങ്ങൾ കാണേണ്ട വീടാണ്. അരമന തോറ്റുപോയി. ആ വീട്ടിലെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഭാര്യയെ വന്നപ്പം അവൻ കെഞ്ചി കരഞ്ഞു ചോദിച്ചു, പാസ്റ്ററെ ഒരു 2 ദിവസം എൻ്റെ വീട്ടിൽ വന്നാട്ട്. ഞാനിപ്പോൾ കിടക്കുന്ന വീട് ആ വീട് പോലെ അരമനയാ മാറതുക്കാക വേറൊരു വീട്ടിൽ കിടക്കുക. ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു കിടക്കാൻ സ്ഥലമില്ല അവിടെയെങ്കിലും അവിടെ പോയി കിടക്കാൻ കാരണം ഇവന്റെ അരമന പോലെ ഞാനിപ്പോൾ കിടക്കുന്ന വീട് മാറണം. അത് ഈ വിൽസന്റെ വീടാണ്. വിൽസൺ എഴുന്നേറ്റാണ്. വിൽസൺ എല്ലാവരും കൈ തട്ടിക്കേ. വിൽസൺ എനിക്ക് വേണ്ടി അവിടെ എനിക്ക് കിടക്കെ ഒരുക്കിയിരിക്കുക. ആ വീട് ദൈവം തമ്പുരാൻ മാറ്റാൻ പോവാ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത് ചെയ്യുന്ന എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവം അത് മാറ്റും. അങ്ങനെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ കിടക്കുന്ന സ്ഥലം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെല്ലാം പ്രതിഫലം കർത്താവ് കൊടുക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ചിലപ്പോൾ പാസ്റ്റർ ഇവിടെ ഏതോ ഒരു സഹോദരി വീട്ടിലാണ് എന്നെ കിടത്തണമെന്ന് പറഞ്ഞാൽ തീരുമാനിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ സഹോദരി ഇവിടെ ഉണ്ടായിരിക്കും തോന്നുന്നു. അങ്ങേർക്ക് ഇപ്പോൾ കഷ്ടമായിരിക്കും. അയ്യോ ഈ പാസ്റ്റർ വന്നില്ലല്ലോ, എന്നെക്കാട്ടിലും വലിയ പ്രവാചകയാണ് ഇപ്പോൾ അവിടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ പാസ്റ്റർ? അവിടെ താമസിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയ അനുഗ്രഹം വരാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ദൈവം ഓരോരുത്തരെയും ഓരോ സ്ഥാനത്തോട്ട് അയക്കുകയാണ്. ഇവിടെ പോയി എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ അവിടെ എല്ലാം ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മെസ്സേജിന് ഇന്നും വന്നിട്ടില്ല, നിർത്താൻ പോകുകയാണ്. കാലാളുകളോട് ഓടാൻ കഴിയാത്ത നിങ്ങൾ ഞാനും എങ്ങനെ കുതിരകൾ ഓടാൻ സാധിക്കും? നമ്മളെ കൊണ്ട് ഓടാൻ സാധിക്കും. ദൈവം നമ്മളെ ശക്തീകരിക്കും. ദൈവം നമ്മളെ ബലപ്പെടുത്തും. ദൈവം നമ്മളെ വഴി നടത്തും. ദൈവം നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. ഫിലിപ്പിയറിന്റെ പുസ്തകം വേഗം ഞാൻ കഴിക്കാൻ നിർത്താൻ പോവാണ്. ഫിലിപ്പിയറിന്റെ പുസ്തകം വേഗം എടുത്താട്ട് 2-ാം അധ്യായത്തിന്റെ 14-16 വചനങ്ങൾ വേഗം ഒന്ന് വായിച്ചാട്ട്. ഫിലിപ്പിയർ പെട്ടെന്ന് എടുക്കണം. ഫിലിപ്പിയർ 2-ന്റെ 4-ാം വാക്യം, 4-ന്റെ 7-ാം വാക്യം, 8-ാം വാക്യം. സോറി നമ്മളെ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 14-16 വാക്യങ്ങൾ വേഗം വായിച്ചാട്ട്. നല്ല ശ്രദ്ധിക്കണം. ദൂരത്തിൽ നിന്ന് വായിച്ചെനിക്ക് ശരിയാ കേൾക്കുന്നില്ല. ഒന്നുകൂടെ ശബ്ദമായിട്ട് പഠിച്ചാട്ട്. ഞാൻ വീണായി ഓടുന്നതും വീണാകെ പ്രയാസപ്പെട്ടതും ഇല്ല എൻകിற മகிழ்ச்சி. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ഓടിയതും, ഞാൻ പ്രാർത്ഥിച്ചതും, ഞാൻ കഷ്ടപ്പെട്ടതും, ഞാൻ കൊടുത്തതും, ഈ കൺവെൻഷന് വേണ്ടി എത്ര ദിവസം ഉറക്കളച്ചു. ഇന്നലെ പിള്ളേർ പറയുക, ഈ എല്ലാവർക്കും ഇത്രയും പേർക്ക് ചോറെല്ലാം കൊടുത്തിട്ട് ഇവരെപ്പോഴാണ് ഉറങ്ങുന്നത്? ആ ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ കൂടെ വന്ന പിള്ളേർ പറയുക, അയ്യോ അവരെപ്പോഴാണ് ഉറങ്ങുന്നത്? മറ്റ് പിറ്റേ ദിവസം തന്നെ ഉണ്ടാക്കണമല്ലോ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൊടുക്കണമല്ലോ, വൈകിട്ട് കൊടുക്കണമല്ലോ. അവരെങ്ങനെ ഉറങ്ങുന്നത്? ആ വിശ്വാസിയല്ല എപ്പോഴാണ് ഉറങ്ങുന്നത്? അവർ പറയാണ് 15 മിനിറ്റിനകത്ത് ഒരു പന്തി കൊടുത്ത് കഴിയുകയാണ്. എന്തോ വേഗത്തിലാണ് സപ്ലൈ നടക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ വന്ന് പിള്ളേർ കൊടുത്തിരിക്കുക. അപ്പൊ അത്രമാത്രം സന്തോഷത്തോട് പാസ്റ്റർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ഒരുത്തന്റെ മുഖം കാണാതെ ഒരു പ്രതിഫലമില്ലാതെ നിങ്ങൾ ഓടുന്ന ഓട്ടം അത് വീണായി അല്ല. ഇവിടെ നിങ്ങൾ ഉറക്കളയ്ക്കുന്ന വീണായി പോകത്തില്ല. നിങ്ങൾ കുനിഞ്ഞ് നിവർന്ന് ഒരു ബക്കറ്റ് എടുക്കുന്നു, ചോറ് സപ്ലൈ ചെയ്യുന്നു, വെള്ളം കോരുന്നു, വെള്ളം കൊടുക്കുന്നു, ഇലയിടുന്നു, എച്ചിൽ ഇല എടുക്കുന്നു. അതിന്റെ എല്ലാം പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. ഓ ഹാലേ, കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ സഭയ്ക്ക് വേണ്ടിയല്ല, ഈ പാസ്റ്റർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല. നിങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് വേണ്ടിയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ എച്ചിൽ ഇലയല്ല എടുത്തുകൊണ്ട് കളയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാളും വലിയ ശുശ്രൂഷയാണ്. ഞാൻ എൻ്റെ ചർച്ചിലെ ചെരുപ്പെടുത്തിക്കുന്ന കൊച്ചിനെ കൊണ്ട് പറഞ്ഞിട്ട്, നീ സ്വർഗത്തിൽ വരുമ്പം നിന്റെ 7 അരികത്തേക്ക് യോഗ്യത എനക്കില്ലടി. അങ്ങനത്തെ ശുശ്രൂഷ നീ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ നിങ്ങൾ കുനിഞ്ഞ് നിമർന്ന് ആ എച്ചിലെ എടുത്ത് റോഡിൽ കൊണ്ടങ്ങോട്ട് കളയുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ ഫോട്ടോ പതിവാകുന്നുണ്ട്, നിങ്ങളുടെ പേരവിടെ എഴുതുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുകയാണ്. എന്റെ നാമത്തിൽ ഒരു കലശം തണ്ണി കൊടുത്താലും പ്രതിഫലം കർത്താവ് തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഉറക്കളച്ചതും, ഇതിനു വേണ്ടി ഓടിയതും, ഇതിനു വേണ്ടി അധ്വാനിച്ചതും, ഇതിനുവേണ്ടി വാരി കൊടുത്തതൊന്നും നിങ്ങൾക്ക് വൃഥാവായി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളെ മാനിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളെ കൈവിടത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളുടെ കൂടെ വരും. കൂടെ ഇരുന്ന് ദൈവം നിങ്ങളെ നടത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പൊ ഇതൊന്നും എനിക്ക് വൃഥാവായി പോകുവാൻ ദൈവം സമ്മതിക്കരുത്. അതിന്റെ 3-ാമത്തെ അധ്യായം, ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോളെ. நான் அடைந்தாயிற்று இல்ல முற்றிலும் தேர்ந்தவனே என்று எண்ணாமல் கிறிஸ்து இயேசுவினால் நான் எதற்காக பிடிக்கப்பட்டேனோ அதை நான் எல்லாருக்கும் எதுக்காக நான் பிடிக்கப்பட்டேன், எனக்குள்ள எந்த பெருமையோ மேற்றுமையோ அகங்காரமோ அகந்தையோ வரக்கூடாது. எதுக்காக என்னை பிடிக்கப்பட்டேனோ அதற்காக ஆசையாய் தொடருவேன். அடுத்த வாக்கியம், சகோதரரை அதை பிடித்துக் கொண்டேன் என்று எண்ணுகிறதில்லை. பின்னானவைகளை மறந்து முன்னானவைகளை நாடி கிறிஸ்து இயேசுவுக்குள் தேவன் அழைத்த பரம அழைப்பின் பந்தய பொருளுக்காக லெக்கை நோக்கி தொடருகிறேன். கையடிச்சு தெய்வத்தை ஸ்துதிச்சாட்டு. கையடி தெய்வத்தை ஸ்துதிச்ச. பின்னானதை மறந்து முன்னானதை நினைச்சு லெக்கை நோக்கி தொடருகிறேன். பெருமை நமக்குள்ள வரக்கூடாது. எந்த மேட்டுமே அகங்காரம் நமக்குள்ள வரக்கூடாது. தெய்வம் നമ്മളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ദൈവം നമ്മളുടെ ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന്റെ വലിയ കരങ്ങളാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്യുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം ചെയ്യുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? മക്കളെ, ഞാനിപ്പോൾ പ്രവചിച്ച് പറയുകയാണ്, ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്നറിയാമോ? ഒരു വയലില് നിങ്ങൾ നെല്ല് വിതയ്ക്കുന്നു. ആ നെല്ലിൻ്റെ കൂടെ കളകളും വളരുന്നു. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവസാനം 4 പേര് പോയി ആ കളയെല്ലാം കഴിഞ്ഞ് എടുത്തതിന് ശേഷം നെല്ല് അവിടെ ഇവിടെയെല്ലാം നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒത്തിരി സങ്കടമായിരിക്കും. ஆனால் അതിനുശേഷം ശകലം വളം അതിനകത്തോടിടും, മരുന്നിടും, നിങ്ങൾ പോകും. ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ വയൽ മുഴുവനും നിറഞ്ഞ് നെല്ല് നിൽക്കുകയാണ്. ഇതാണിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ നടക്കാൻ പോകുന്ന അതാണ്. അപ്പുറം നോക്കുമ്പോൾ നിങ്ങൾ കതിര് കൊടുക്കുന്നവരായി നിൽക്കും, കനി കൊടുക്കുന്നവരായി നിൽക്കും. കളഞ്ചിയങ്ങളെല്ലാം നിറയ്ക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവം നിങ്ങളെ മാറ്റാൻ പോകുക. ഈ കൺവെൻഷൻ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് തോൽവി വരത്തില്ല. ഈ 85-ാമത്തെ വർഷം അല്ലേ, 58-ാമത്തെ വർഷം. എനിക്ക് ഞാൻ ഓർമ്മശക്തി കുറവാണ്. 57 വർഷം ഇല്ലാത്തത് 58-ാമത്തെ വർഷത്തിൽ കർത്താവ് നിങ്ങൾക്ക് ചെയ്യാൻ പോവാണ്. ഈ കൺവെൻഷന് ശേഷം നമ്മുടെ സഭയിൽ വിവാഹം തടസ്സമായിരുന്ന കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കാൻ പോവാ. വീട് പണിയാൻ തടസ്സമായിരിക്കും വീട് പണിയാൻ പോവാ. ജോലി കിട്ടാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പോവാ. ദൈവത്തിന് വാഹനമില്ലാത്തവർക്ക് ദൈവം വാഹനം കൊടുക്കാൻ പോവാണ്. കടബാധ്യതയുള്ള കുഞ്ഞുങ്ങളുടെ കടൻ ഭാരത്തെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. രോഗികളായിരിക്കുന്ന എല്ലാവരുടെ ശരീരത്തിലും കർത്താവിന്റെ ശക്തി പറന്ന് ആ രോഗമില്ലാത്ത ക്ഷീണമില്ലാത്ത ഒരു നല്ല ശരീരത്തെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഈ കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം പാസ്റ്റർ വീട്ടിൽ ആഹാരം ചെയ്യേണ്ട ആവശ്യമേ ഇരിക്കാതെ എന്തെന്ന് ചോദിച്ചാൽ, രാവിലെ ഒരു 7 മണിക്ക് വന്നാട്ട് ഒരു കട്ടിള വയ്ക്കണം. രാവിലെ ഒരു 7 മണിക്ക് വന്നാട്ട് കല്ലിടണം കർത്താവിൻ്റെ സഹോദരൻ. അത് കഴിഞ്ഞോണ്ടേ അവൻ പിന്നെ ഉച്ചയ്ക്ക് വിളിക്കും, ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയാ, അങ്ങോട്ട് വന്നാട്ട്. പിന്നെ വൈകിട്ട് വിളിക്കും, കുഞ്ഞിനെ ഇപ്പം പ്രസവത്തിന് വിടണം, വന്നാട്ട്. ആ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, ഒന്ന് വന്നാട്ട്. കല്യാണം ഉറപ്പീര, ഒന്ന് വന്നാട്ട്. കല്യാണം വന്നാട്ട്. മരണത്തിന് പോകത്തില്ല, ഇതിനാ പോകാൻ പോകുന്നത്. ഏറ്റെടുക്കുന്നവർ മാത്രം, ഇത് അംഗീകരിക്കുന്നവർ മാത്രം. ദൈവത്തിന് സ്തോത്രം. ഒവ്വൊരു നാളും പാസ്റ്റർക്ക് ബിസി. പാസ്റ്റർ മോക്ക് വിളി ഗ്യാസ് മേടിക്കണ്ട, അടുക്കളയിലും പോകണ്ട, ഒന്നും വേണ്ട, തിന്നണം, ഉറങ്ങണം, ഊഴിയം ചെയ്യണം, അവളതാ. അപ്പടി നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളുടെ എല്ലാ കളസഭയിൽ ഇരിക്കുന്ന അത്ര ദൈവദാസന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും കർത്താവ് മാറ്റുവാൻ ദൈവം ശക്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? എൻ്റെ കുടുംബം അങ്ങനെ മാറാൻ പോവാ. നിങ്ങളുടെ കുടുംബം അങ്ങനെ മാറാൻ പോകും. എപ്പോൾ നോക്കിയാൽ ആ സഭയ്ക്ക് പോയ കല്യാണം നടക്കും, ആ സഭയ്ക്ക് പോയ കുഞ്ഞ് ജനിക്കും, ആ സഭയ്ക്ക് വേണേൽ ക്യാൻസർ മാറും, ആ സഭയ്ക്ക് വേണേൽ വീട് കിട്ടും, ആ സഭയ്ക്ക് വേണേൽ ജോലി കിട്ടും എന്ന് നാട്ടുകാരെല്ലാം പറയാൻ പോവാ. അങ്ങനെ പറയുമ്പോഴാണ് ഈ സ്ഥലത്ത് നമ്മൾ ദൈവത്തിന്റെ സഭ പണിയാൻ പോകുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ 1500 പേര് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ആ കെട്ടിടത്തിന്റെ പണി കഴിഞ്ഞ് 1500 പേര് ആരാധിക്കുന്ന സഭയ്ക്ക് ഞാൻ വരും. ദൈവം എന്നെ ജീവനോടെ വയ്ക്കും. ഞാൻ വന്ന് മറുപടി ഇവിടെ പ്രസംഗിക്കാൻ ദൈവം എന്നെ ശക്തീകരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൊച്ചിവിടെ ഒന്ന് പാട്ട് പാടും, ഞാനത് വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ റബ്ബറൊന്നും ഇവിടെ കാണത്തില്ല. ദൈവം നമ്മളെ മാറ്റും.
യാബേസിന്റെ എല്ലാം വിരിവാക്കിയതുപോലെ ദൈവം സഭയുടെ എല്ലാം വിരിവാക്കാൻ പോകാൻ. അത് ദൈവത്തിന്റെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ സഭയിരിക്കുന്ന ഓരോ സഹോദരികളും ഓരോ സഹോദരന്മാരും ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി കൊടുക്കണം, കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. നിങ്ങളുടെ ലക്കെ തുടർന്ന് നിങ്ങൾ ഓടണം. ലക്കെ വിട്ടുകൊടുക്കக்கூடாது, വഴി മാറக்கூடாது, സഭ വിട്ടു പോകக்கூடாது, സഭയുടെ കുറ്റങ്ങളും കുറേകളും പറയരുത്, സഭയ്ക്കകത്ത് വഴക്കും മല്ലും ഉണ്ടാക്കരുത്, സഭയ്ക്കകത്ത് പാർട്ടി വ്യത്യാസം ഇരിക്കരുത്, ജാതി വ്യത്യാസം ഇരിക്കരുത്, പണക്കാരൻ ഏഴുന്നുള്ള വ്യത്യാസം സഭയ്ക്കകത്ത് വരരുത്, ഞാൻ വലിയവൻ ഇവൻ ചെറിയവൻ സഭയ്ക്കകത്ത് ഇരിക്കരുത്. സഭ ദൈവസ്നേഹത്തിൽ വളരണം, ദൈവസ്നേഹത്തിൽ സഭ മുന്നോട്ട് പോകണം. കർത്താവ് സഭയെ അനുഗ്രഹിക്കും. നിങ്ങളെ സഭ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടമല്ല, നിങ്ങളാ സഭ, നിങ്ങളാണ് എൻ്റെ ആലയം. ഈ ദൈവസഭയെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. നിങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ നോക്കിക്കേ. എഴുന്നേറ്റ് നിൽക്കാൻ. മെസ്സേജിന്റെ പാതിയും കൂടെ ആയിട്ടില്ല, കുഴപ്പമില്ല, നിർത്തിയേക്കാം.